friends, എല്ലാ കുട്ടികൾക്കും പോളിടെക്നിക് സിവിലിയൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അറിയാം, മാർച്ച് 9 തീയതി മുതൽ നമ്മുടെ പോളിടെക്നിക് കോളേജസ് എല്ലാം അടച്ചിട്ടിരിക്കുകയാണ് കൊറോണ ബാധയെ തുടർന്ന്. സോ അതിനുശേഷം ഏകദേശം മെയ് 11 തൊട്ട് ഏകദേശം സർക്കുലർ വന്നിട്ടുണ്ട്, നിങ്ങളുടെ എക്സാം എല്ലാം വീണ്ടും കണ്ടക്ട് ചെയ്യണമെന്നുള്ളത്. ഈ പാശ്ചാത്യത്തിൽ നിങ്ങളുടെ പെൻഡിങ് ഉള്ള പോർഷൻസ്, ഏതൊക്കെ പോർഷൻസ് പെൻഡിങ് ഉണ്ടോ ആ പോർഷൻസ് എല്ലാം എടുത്തൊരു ഉദ്ദേശത്തോടെയാണ് ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മെയിൻലി സ്ട്രക്ചറൽ ഡിസൈൻ 2 S6 സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിൻ്റെ സ്ട്രക്ചറൽ ഡിസൈൻ 2 എന്ന് പറയുന്ന പോർഷനിലെ ആണ് വീഡിയോ ആണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ അതിനകത്ത് ലാസ്റ്റ് പോർഷൻ നമ്മൾ പെൻഡിങ് ഉള്ളതെന്ന് പറയുന്നത് മേസൺട്രി എന്ന് പറയുന്ന പോർഷൻസ് ആയിരുന്നു പെൻഡിങ് ഉള്ളത്. സോ ആ പോർഷനായിരിക്കും നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. സോ അപ്പോൾ നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി പോളിടെക്നിക് സിവിലിയൻസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ സിലബസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4th മൊഡ്യൂളിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് റൂഫ് ട്രസ്സിൻ്റെ അനാലിസിസും, രണ്ടെന്ന് പറയുന്നത് മേസൺട്രി വാളുമാണ്. സോ രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഈക്വൽ പ്രയോറിറ്റി കൊടുക്കുന്നതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഏകദേശം പരീക്ഷയ്ക്ക് വരുന്നത് നിങ്ങൾക്ക് ഈക്വൽ കോൺട്രിബ്യൂഷൻ ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും വരുന്നത്. സോ അപ്പം മേസൺട്രി പോർഷൻ എന്ന് പറയുന്നത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. മേസൺട്രി സ്ട്രക്ചറിൻ്റെ അനാലിസിസിൽ മെയിൻലായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ലിസ്റ്റ് ദ ഡിസൈൻ കൺസിഡറേഷൻ ഓഫ് ദ മേസൺട്രി വാൾ, കാൽക്കുലേറ്റ് എഫക്റ്റീവ് ഹൈറ്റ്, effective length and thickness of the masonry wall, and the design of masonry wall by structural design, structural analysis method. ഈ 3 പോർഷൻസ് ആണ് മെയിൻലി നമ്മൾ നോക്കുന്നത്. ബ്രീഫായിട്ടായിരിക്കും ഈ വീഡിയോ ചെയ്യുന്നത്. സോ എല്ലാവരും മാക്സിമം ലിസൺ ചെയ്തിരിക്കും. സോ നമുക്കറിയാം മേസൺട്രി മൊഡ്യൂൾ 4ൻ്റെ മേസൺട്രി വാൾ ആണ് സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത്. സോ മേസൺട്രി വാൾ എന്ന് പറയുന്ന പോർഷൻസ് മെയിൻലി ഹാൻഡിൽ ചെയ്യുന്നത് കോഡ് എന്ന് പറയുന്നത് IS 1905/1987 എന്ന് പറയുന്ന കോഡാണ്. സോ ആ കോഡ് എല്ലാവരും എടുത്തു വെച്ചിരിക്കുക. നമ്മുടെ വീഡിയോയുടെ കൂടെ ആ കോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും കുറച്ചുകൂടെ റെഫറൻസ് ചെയ്യാൻ. സോ എല്ലാവരും ആ കോഡ് കയ്യിലുണ്ടാവണമെന്ന് ഉറപ്പാക്കും. സോ നമുക്ക് ബാക്കി വീഡിയോയിലോട്ട് കിടക്കാം. സോ മേസൺട്രി വാൾ എന്ന് പറയുന്നത് മെയിൻലി 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. മേസൺട്രി വാൾ എന്ന് പറയുന്നത് ലോഡ് ബെയറിംഗ് വാളെന്നും നോൺ ലോഡ് ബെയറിംഗ് വാൾസ് എന്നും മെയിൻലി 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. നമുക്കറിയാം, ലോഡ് ബെയറിംഗ് വാൾ എന്ന് പറയുന്നത് വാൾ ക്യാരിങ് എ വെർട്ടിക്കൽ ലോഡ് ഇൻ അഡീഷൻ ടു ഇറ്റ്സ് ഓൺ വെയിറ്റ് വിത്ത് എനി ലാറ്ററൽ ലോഡ്. അതായത് നിങ്ങളുടെ സാധാരണ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ വാൾസ് നോക്കിയാൽ മതി. ആ റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ വാൾസിൻ്റെ മുകളിൽ നിങ്ങളുടെ സ്ലാബാണ്, റൂഫ് സ്ലാബാണ് വരുന്നത്. സോ റൂഫ് സ്ലാബിൻ്റെ ടോട്ടൽ വെയിറ്റ് അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ഇമ്പോസ് ലോഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി ഹാൻഡിൽ ചെയ്യേണ്ടത് ആ വാൾസ് മാത്രമായിരിക്കും. സോ അത് പറയുന്നത് അതിൻ്റെ ഇറ്റ്സ് ഓൺ വെയിറ്റിൻ്റെ കൂടെ ഒരു ലൈവ് ലോഡ് കൂടെ ക്യാരി ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ടൈപ്പ് ഓഫ് വാൾസ് ആർ കോൾഡ് ലോഡ് ബെയറിംഗ് വാൾസ്. ആൻഡ് ദ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് നോൺ ലോഡ് ബെയറിംഗ് വാൾസ് എന്ന് പറയുന്നതാണ്. സോ മെയിൻലി പാർട്ടീഷൻ വാൾ എന്ന് പറയുന്ന കാറ്റഗറിയാണ് ഇതിനകത്ത് വരുന്നത്. സോ ഇതിനകത്ത് ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത് എ വാൾ വിച്ച് ക്യാരീസ് ഇറ്റ്സ് ഓൺ വെയിറ്റ് ബട്ട് ഡു നോട്ട് ക്യാരി എനി ഇമ്പോസ് ലോഡ്. സോ അതിനകത്ത് ഇനി ലൈവ് ലോഡ് ക്യാരി ചെയ്യുന്നില്ല, ബട്ട് അതിൻ്റെ വെയിറ്റ് മാത്രം അത് ക്യാരി ചെയ്താൽ മതി. മെയിൻലി പാർട്ടീഷൻ പർപ്പസ് ആണ് ഈ ടൈപ്പ് ഓഫ് വാൾസിൻ്റെ. എല്ലാവരുടെയും കോഡ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ അതിനകത്ത് നിങ്ങളെ പേജ് നമ്പർ 2-ലെ ടെർമിനോളജീസ് നോക്കി കഴിഞ്ഞാൽ, ക്ലാസ് നമ്പർ 2 ടെർമിനോളജീസ് നോക്കി കഴിഞ്ഞാൽ കുറച്ച് ഡെഫിനേഷൻസ് കാണാം. ഡെഫിനേഷൻസിൽ കുറച്ച് ഡെഫിനേഷൻസ് എന്ന് പറയുന്നത് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എക്സാമിന് ചോദിക്കുമ്പോൾ 2 മാർക്ക് ക്വസ്റ്റൻസ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കുമ്പോൾ ഡയറക്റ്റ്ലി എഴുതാവുന്നതാണ്. ബെഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ബെഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് എ ബ്ലോക്ക് ബിൽഡ് ഓൺ വാൾ കോളം ഓർ എ പിയർ ടു ഡിസ്പോസ് ദി കോൺസ്റ്റന്റ് ലോഡ് ഓഫ് ദി മേസൺട്രി എലമെന്റ്. സോ അങ്ങനെയുള്ള കുറച്ച് ഡെഫിനേഷൻസ് ഉണ്ട്. അതിലെ ഇമ്പോർട്ടൻറ്റ് മാത്രം ഞാൻ പറയാം. ഒന്ന് ബെഡ് ബ്ലോക്ക്, രണ്ട് കട്ടൻ വാൾ എന്ന് പറയുന്നത്. കട്ടൻ വാൾ എന്ന് പറയുന്നത് +2.5 പറയുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തോളുക. A non-load bearing wall subjected to lateral loads, it may be laterally supported by vertical or the horizontal structural member where necessary. ചോദിക്കുകയാണെങ്കിൽ 2 മാർക്കിന് ഇത് ഡയറക്റ്റ് എഴുതാവുന്നതാണ്. അതിൻ്റെ ഒരു ഫിഗർ 2 അവിടെ തന്നിട്ടുണ്ട്, എന്താണ് കട്ടൻ വാൾ എന്നുള്ളത്. അതുപോലെ തന്നെ കുറച്ചുകൂടി ഡെഫിനേഷൻസ് തന്നിട്ടുണ്ട്. എഫക്റ്റീവ് ഹൈറ്റ്, എഫക്റ്റീവ് ലെങ്ത്, എഫക്റ്റീവ് തിക്നെസ്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ലോഡ് ബെയറിംഗ് വാൾ എന്താണെന്നുള്ളത് ഡെഫിനേഷൻ തന്നിട്ടുണ്ട്. അതുപോലെ പാർട്ടീഷൻ വാൾ ഇമ്പോർട്ടൻ്റ് ആണ്. പാർട്ടീഷൻ വാൾ, പാനൽ വാൾ, ഷിയർ വാൾ, ആൽസോ സെൻട്രസ് റേഷ്യോ. സോ ഈ ഡെഫിനേഷൻസ് ചോദിക്കണമെങ്കിൽ ഡയറക്റ്റ്ലി എല്ലാവരും 2 മാർക്സിനാണെങ്കിൽ ഈ ഡെഫിനേഷൻ മാത്രം എഴുതിയാൽ മതിയാവും. സോ ഡെഫിനേഷനിൽ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പാർട്ടീഷൻ വാളും പാനൽ വാൾ എന്ന് പറയുന്നത്. സോ റിപ്പീറ്റഡ്ലി ആസ്കിംഗ് ക്വസ്റ്റൻ ആണ്. പാർട്ടീഷൻ വാൾ എന്ന് പറയുന്നത് ആൻ ഇന്റീരിയർ നോൺ ലോഡ് ബിയറിംഗ് വാൾ, 1 story or part of the story height. And the panel wall എന്ന് പറയുന്നത് an exterior non load bearing wall in a framed construction wholly supported at each story but subjected to lateral loads. So you can directly write down the definitions. Next one എന്ന് പറയുന്നത് നോൺ ലോഡ് ബിയറിംഗ്
വാൾസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഈ ക്ലാസിഫിക്കേഷൻ നിങ്ങളുടെ കോഡിൽ ഡയറക്റ്റ്ലി അവൈലബിൾ ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലോസ് 2.21 പേജ് നമ്പർ 4 ഈ എന്താണ് ഈ വാൾസിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ എന്നുള്ളതും അതിൻ്റെ ഫിഗർ തന്നിട്ടുണ്ട്. ബട്ട് ക്യാവിറ്റി വാൾസ് എന്ന് പറയുന്നതിൻ്റെ ഫിഗർ മാത്രം തന്നിട്ടില്ല. ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2.21 എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് വാൾ ആണ്. അതിൽ 3 ടൈപ്പ് വാൾസ് ആണ് പറയുന്നത്. ഒന്ന് ക്യാവിറ്റി വാൾ, 2 ഫേസ്ഡ് വാൾ, 3 വെനീഡ് വാൾ. സോ ക്യാവിറ്റി വാൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പേര് തന്നെ ഈസിലി ഐഡൻറ്റിഫൈഡ് വാള്. 2 വാൾസിൻ്റെ ഇടയ്ക്ക് ഒരു ക്യാവിറ്റി ഉണ്ടാവും. സോ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് 2 വാൾസ് ഉണ്ട്. ആ 2 വാൾസിൻ്റെ ഇടയ്ക്ക് ഒരു ക്യാവിറ്റി ഉണ്ട്. ആ ക്യാവിറ്റിയിൽ നിന്ന് 2 വാൾ സെപ്പറേറ്റ് ചെയ്ത് പോയിരിക്കാനായിട്ട് ഒരു വാൾ ടൈ ഉണ്ടാവും. സോ ഇതാണ് ക്യാവിറ്റി ടൈപ്പ് വാൾസ്. ഈ ഫിഗർ മാത്രം ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തോളൂ. ബാക്കി നിങ്ങളുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കോഡിൽ അവൈലബിൾ ആയിരിക്കും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫേസ്ഡ് വാളാണ്. ഫേസ്ഡ് വാളിൻ്റെ ഫിഗർ നിങ്ങളുടെ കോഡിൽ തന്നെ ഉണ്ട്. സോ ജസ്റ്റ് ഒന്ന് വരച്ചാൽ മതി. ഈ 3 ഫേസ്ഡ് വാൾസ് തന്നെയാണ്. ആ ഫേസ്ഡ് വാൾസിന് പ്രത്യേകത എന്ന് പറയുന്നത്, സോ ഈ ഫേസ്ഡ് വാൾസിന് 2 പോർഷൻസ് ഉണ്ട്. ഒന്ന് ഫേസ്ഡ് സൈഡും ഒന്ന് ബാക്കിംഗ് സൈഡും എന്ന് പറയും. സോ ഫേസ്ഡ് സൈഡ് എന്ന് പറയുന്നത് ബാക്കിംഗ് സൈഡിൽ എന്ന് പറയുന്നതും ഫേസ്ഡ് വാളിൽ 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആയിരിക്കും. ബട്ട് 2 ഡിഫറെൻറ്റ് ടൈപ്പ് മെറ്റീരിയൽ എന്ന് പറയുന്നത് സഫിഷ്യൻ്റ്ലി ബോണ്ടഡ് ആയിരിക്കും. സോ ദാറ്റ് ഇറ്റ് ക്യാൻ ആക്ട് ആസ് എ സിംഗിൾ യൂണിറ്റ്. സോ അതാണ് ഫേസ്ഡ് വാളിൻ്റെ പ്രത്യേകത. 2 ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആണെങ്കിലും അത് തമ്മിൽ പരസ്പരം ബോണ്ടഡ് ആയിരിക്കും. സോ ദാറ്റ് ഇറ്റ് ക്യാൻ ആക്ട് ആസ് എ സിംഗിൾ മെറ്റീരിയൽ. സോ വെനീഡ് വാൾ എന്ന് പറയുന്നതും ഇറ്റ്സ് മോർ ഓർ സിമിലർ ലൈക്ക് എ ഫേസ്ഡ് വാൾ. ബട്ട് ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് ഫേസ്ഡ് വാളിൻ്റെയും ഈ വെനീഡ് വാളിൻ്റെ കേസിൽ 2 ടൈപ്പിലും, അതായത് ഫ്രണ്ട് സൈഡിലും ഫേസിംഗ് സൈഡിലും ബാക്കിംഗ് സൈഡിലും ഡിഫറെൻറ്റ് മെറ്റീരിയൽ ആയിരിക്കും. ബട്ട് they are not bonded together. So that is the difference between faced wall and veneered wall. The definition is directly available in the code. You can write down while asking in university questions. So that portion is clear. I think it is clear to you. So we are going to the next topic. That is the design considerations. So design consideration എന്ന് പറയുന്നത് മേസൺറി വാൾ ചെയ്യുമ്പോൾ മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസിഡറേഷൻസ് എന്തൊക്കെയാണെന്നാണ്. സോ അത് ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നത് ഇങ്ങനെ പേജ് നമ്പർ 5 ക്ലോസ് 4.1 ഒരു ജനറൽ ഡിസൈൻ കൺസിഡറേഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസൈൻ കൺസിഡറേഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനറൽ കൺസിഡറേഷൻ എഴുതാവുന്നതാണ്. സോ ഇതിൻ്റെ കൂടെ 2-3 പോയിന്റുകൾ ഞാൻ എക്സ്ട്രാ പറയുന്നുണ്ട്. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ജനറൽ കൺസിഡറേഷൻ തന്നെയാണ്. ജനറൽ കൺസിഡറേഷൻ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. സോ ആ പോർഷൻസ് എന്ന് പറയുന്നത് ജനറലായിട്ട് ഓവറോൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഒരു ഐഡിയ തരും. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഞാൻ പറയാം. സോ ആ പോയിന്റ്സ് എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് സ്ട്രെങ്ത് ഓഫ് മേസൺറി വാൾ. നമുക്കറിയാം സ്ട്രെങ്ത് ഓഫ് മേസൺറി വാൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മേസൺറി എന്ന് പറയുന്നത് നമ്മൾ മെയിൻലി ഡിസ്ക്രൈബ് ചെയ്യുന്നത് ബ്രിക്ക് മേസൺറി ആണ്. സോ ബ്രിക്ക് മേസൺറിയിൽ എന്ന് പറയുന്നത് ബ്രിക്ക് ബ്ലോക്കും ഉണ്ട്, അതുപോലെ തന്നെ മോട്ടാറും ഉണ്ട്. സോ ഈ 2 മോട്ടാർ, ഇതിന് 2ൻ്റെയും കൂടി സ്ട്രെങ്ത് നമ്മൾ സ്ട്രെങ്ത് ഓഫ് മേസൺറി വാളിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ബ്രിക്കിൻ്റെ സ്ട്രെങ്ത് ഹയർ ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ഹയർ മോട്ടാർ ആൾസോ. ഒരിക്കലും നമ്മൾ ലോവർ സ്ട്രെങ്ത് കുറവുള്ള ഒരു ബ്രിക്കിൻ്റെ കൂടെ ഹയർ സ്ട്രെങ്ത് ഉള്ള ഒരു മോട്ടാർ യൂസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം ബ്രിക്ക് ഓൾറെഡി ഫെയിലിയർ ആയി കഴിഞ്ഞിട്ടും മോട്ടാർ അടിക്കുന്നതിൽ അർത്ഥമില്ല. സോ അപ്പം ഒരു ജനറൽ ഡിസൈൻ കൺസിഡറേഷൻ എന്ന് പറയുന്നത് stronger mortar is used with the stronger bricks and weaker mortar is used with the weaker bricks. ഇതൊരു കൺസിഡറേഷൻ ആണ്. സോ നെക്സ്റ്റ് വൺ, തിക്നെസ് ഓഫ് ദി മേസൺറി വാൾ. സോ മേസൺറി വാളിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി അഡോപ്റ്റ് ചെയ്യുന്നത് 200 mm 230 mm അങ്ങനെയുള്ളതാണ്. സോ അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് അഡോപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആ തിക്നെസ്സിൽ ആ വാള് അതിൽ വരുന്ന എല്ലാ ലോഡ് കൊണ്ടുള്ള സ്ട്രെസ്സിനെയും സഫിഷ്യൻ്റ് ആയിട്ട് ക്യാരി ചെയ്യാൻ സാധിക്കണം. സോ ദാറ്റ് ഇസ് നെക്സ്റ്റ് പോയിന്റ്. കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ സ്ട്രെങ്ത് ഓഫ് ദി വാൾ ആൾസോ ഡിപ്പെൻഡ് അപ്പോൺ സ്ലെൻഡർനെസ് റേഷ്യോ. സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ അത് കേട്ടിട്ടുള്ളത് കോളം അല്ലെങ്കിൽ കംപ്രഷൻ എന്ന് പറയുന്ന പോർഷനിലായിരുന്നു കേട്ടിട്ടുള്ളത്. സോ അതുപോലെ തന്നെ മേസൺറി പോർഷനിലും ഒരു സ്ലെൻഡർനെസ് റേഷ്യോ ഉണ്ട്. സോ ആ സ്ലെൻഡർനെസ് റേഷ്യോ ഡെഫിനേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കോളത്തിൻ്റെ അല്ലെങ്കിൽ കംപ്രസിംഗ് മെമ്പേഴ്സിൻ്റെ സ്ലെൻഡർനെസ് റേഷ്യോ എന്നത് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാണുന്നതാണ്. So it is the strength of the masonry wall also depend upon the slenderness ratio of the member. So with that we are going to the next section. So അതിനകത്ത് മെയിൻലി നമ്മൾ പറയുന്നത് 3 ഡെഫിനേഷൻ 3 ടേംസ് ആണ് പറയുന്നത്. സോ അത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എഫക്റ്റീവ് ഹൈറ്റ്, സെക്കൻഡ് ടേം എഫക്റ്റീവ് ലെങ്ത് ആൻഡ് തേർഡ് വൺ ഈസ് എഫക്റ്റീവ് തിക്നെസ്. സോ 3 പോർഷൻസ് ഞാൻ തന്നിട്ടുണ്ട്. സോ ഇത് വരുന്ന ക്ലോസുകൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ
കറസ്പോണ്ടിങ് പേജ് ഉള്ള നിങ്ങളുടെ കോഡിൽ പേജ് എടുക്കുക, ക്ലോസ് നോക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നോക്കാം. സോ എഫക്റ്റീവ് ഹൈറ്റ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്. സോ അത് വരുന്നത് ക്ലോസ് 4.3 ആണ് എഫക്റ്റീവ് ഹൈറ്റ് എന്ന് പറയുന്നത് വരുന്നത്. സോ അതിൻ്റെ ഡെഫിനേഷൻ അവിടെ തന്നിട്ടില്ല, ബട്ട് യു ക്യാൻ റെഫർ ദി സെക്ഷൻ ക്ലോസ് 2.6 പേജ് നമ്പർ 3. പേജ് നമ്പർ 3 ക്ലോസ് 2.6 എന്ന് പറയുന്നത് എഫക്റ്റീവ് ഹൈറ്റിൻ്റെ ഡെഫിനേഷൻ തന്നിട്ടുണ്ട്. സോ നിങ്ങളുടെ അടുത്ത് 6 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് എഫക്റ്റീവ് ഹൈറ്റിനെ കുറിച്ച് എഴുതാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനേഷൻ എഴുതുക. അതോടൊപ്പം തന്നെ ടേബിൾ 4 എന്ന് പറയുന്നതാണ് എഫക്റ്റീവ് ഹൈറ്റിൻ്റെ ഓഫ് ഡിഫറെൻറ്റ് കണ്ടീഷൻസ്. ഒരു വാൾസിൻ്റെ എഫക്റ്റീവ് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഡിഫറെൻറ്റ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ കണ്ടീഷൻസ് തന്നിരിക്കുന്നത് ടേബിൾ 4 എന്ന് പറയുന്നത് ഇതിനകത്താണ്. സോ ടേബിൾ 4 നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. ടേബിൾ 4 ചെക്ക് ചെയ്യുമ്പോൾ ടേബിൾ 4 എന്ന് പറയുന്നത് നമുക്ക് അറിയാം പേജ് നമ്പർ 11 ആണ്. സോ പേജ് നമ്പർ 11 എഫക്റ്റീവ് ഹൈറ്റ് എന്ന് പറയുന്നത് കുറച്ച് പ്രൊവിഷൻ തന്നിട്ടുണ്ട്. സോ പേജ് നമ്പർ 12 ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിഗേഴ്സ് നോട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കോഡ് ഉണ്ടെങ്കിൽ ഒരുമിച്ച് നോക്കാവുന്നതാണ്. സോ നിങ്ങളുടെ പർപ്പസിന് ഈസി പർപ്പസിന് വേണ്ടിയിട്ട് വ്യൂവിങ്ങിന് വേണ്ടിയിട്ട് ഞാനത് രണ്ട് PDF അടുത്തടുത്ത് വെച്ചിരിക്കുകയാണ്. പേജ് നമ്പർ 11 പേജ് നമ്പർ 12. സോ ഫസ്റ്റ് കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ ഫിഗർ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. സോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ട് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. സോ ഫസ്റ്റ് എന്ന് പറയുന്ന കേസിൽ സോ ഒരു മേസൺറി വാൾ ഉണ്ട്. ഇതൊരു വാൾ ഒരു വാൾ സ്ട്രിപ്പ് ഫൗണ്ടേഷനാണ്. സ്ട്രിപ്പ് ഫൗണ്ടേഷനിൽ നിന്ന് വാൾ ഇറക്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. സോ വാളിലോട്ട് നിങ്ങളുടെ സ്ലാബ് വന്ന് കണക്ട് ചെയ്യുന്നതാണ്. സോ ഈ സ്ലാബ് എന്ന് പറയുന്നത് വാളിലോട്ട് കുറച്ച് ബിയറിങ്സ് ഉള്ളതാണ്. സോ കുറച്ച് അകത്തോട്ട് കയറിയിരിക്കുന്നതാണ് ഈ വാൾസ് കാണുന്നത്. സോ ഇതിനകത്തെ ഫസ്റ്റ് കണ്ടീഷനാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ലാറ്റർ ആസ് വെൽ ആസ് റൊട്ടേഷണൽ റിസ്ട്രെയിൻ അറ്റ് ദി ടോപ്പ് ആൻഡ് ബോട്ടം ഉള്ള കേസാണ്. സോ ഇതിനകത്ത് കുറച്ചുകൂടി എളുപ്പത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സോ ഈ കേസിലെ ഫസ്റ്റ് കേസിൽ ഇവിടെ 0.75H എന്ന് കാണിച്ചിട്ടുണ്ട്. സോ 0.75H എന്ന് പറയുന്നത് ജനറലി നമ്മുടെ വാളിൻ്റെ ടോപ്പും ബോട്ടവും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പിലും ബോട്ടത്തിലും നമുക്ക് രണ്ട് റിസ്ട്രെയിൻസ് ആണുള്ളത്. ഒന്ന് ലാറ്ററൽ റിസ്ട്രെയിൻസ് എന്ന് പറയും, ഒന്ന് റൊട്ടേഷണൽ റിസ്ട്രെയിൻസ് എന്ന് പറയും. സോ ഇവിടെ ലാറ്ററലി മൂവ്മെൻറ്റ് പോസിബിൾ അല്ല, അതുപോലെ തന്നെ റൊട്ടേഷണൽ മൂവ്മെൻറ്റ് പോസിബിൾ അല്ലെങ്കിൽ അതിനെ ചിലത് റിസ്ട്രെയിൻഡ് എന്നാണ് പറയുന്നത്. സോ ഈ വാളിൻ്റെ ടോപ്പിലും ബോട്ടത്തിലും ലാറ്ററൽ ആസ് വെൽ ആസ് റൊട്ടേഷണൽ റിസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആണെങ്കിൽ, ആ മോഷൻസ് റെസ്ട്രിക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഇതിനെയാണ് ഈ കണ്ടീഷൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ആ കണ്ടീഷനിൽ എഫക്റ്റീവ് ഹൈറ്റ് എന്ന് പറയുന്നത് 0.75H ആയിരിക്കും. സോ H എന്ന് പറയുന്നത് എന്താണെന്ന് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. H എന്ന് പറയുന്നത് നിങ്ങളുടെ ടോപ്പ് ഓഫ് ഫൗണ്ടേഷൻ ടു ദി സെൻറ്റർ ഓഫ് സ്ലാബ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഈ കേസിലും നിങ്ങൾ സെക്കൻഡ് ഇതിനോട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയും 0.75H ആണ്. അതായത് ഈ കണ്ടീഷനിലും നിങ്ങളുടെ ടോപ്പും ബോട്ടവും എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് റിസ്ട്രെയിൻസും ഉണ്ട്. അതായത് ലാറ്ററൽ റിസ്ട്രെയിൻസും ഉണ്ട്, റൊട്ടേഷണൽ റിസ്ട്രെയിൻസും ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 0.75H അങ്ങനെയാണ് പോകുന്നത്. സോ നിങ്ങളുടെ ഒരു വാളിൻ്റെ ടോപ്പും ബോട്ടവും ലാറ്ററൽ റിസ്ട്രെയിൻ ആസ് വെൽ ആസ് റൊട്ടേഷണൽ റിസ്ട്രെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഇതിന് ഫസ്റ്റ് കാറ്റഗറി അല്ലെങ്കിൽ കേസ് 1 ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. സോ അതിനകത്ത് 0.75H ആയിരിക്കും നിങ്ങളുടെ ആ കേസിലെ എഫക്റ്റീവ്. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് വായിക്കാൻ, നിങ്ങൾ ഇതൊന്ന് വായിച്ച് നോക്കുക. ഇത് കഴിഞ്ഞിട്ട് ഇത് വെച്ചിട്ട് നിങ്ങളൊന്ന് വായിച്ച് നോക്കി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് 0.85H എവിടെയാണ് എഴുതുന്നത് നോക്കാം. സോ 0.85H എന്ന് പറയുന്നത് ഒരു കേസിൻ്റെ അതായത് ഇവിടെയാണ് കാണിച്ചിരിക്കുന്നത് 0.85. സോ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സൈഡിൽ നിങ്ങൾ ബിയറിങ് ഫ്ലോർ എന്ന് പറയുന്നത് ഇതിനകത്തോട്ട് ബിയറിങ് ഉണ്ട്. സോ ഈ കേസിൽ എന്ന് പറയുന്നത് ലാറ്ററൽ റിസ്ട്രെയിൻസും ഉണ്ട്, റൊട്ടേഷണൽ റിസ്ട്രെയിൻറ്റും ഉണ്ട്. ബട്ട് ടോപ്പ് എന്ന് പറയുന്ന കേസ് എന്ന് പറയുന്നത് ഈ റൂഫ് ആണെങ്കിൽ ആ റൂഫ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇവിടെ ടച്ച് ചെയ്യുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ അതിനകത്തൊരു ബിയറിങ് ഇല്ല. സോ ആ കേസിൽ എന്ന് പറയുന്നത് ഇവിടെ ലാറ്ററൽ റിസ്ട്രെയിൻ മാത്രമേ ഉള്ളൂ, ദർ ഇസ് നോ റൊട്ടേഷണൽ റിസ്ട്രെയിൻ. സോ അങ്ങനെയുള്ള കേസിലാണ് 0.85H എന്ന് പറയുന്ന കാറ്റഗറി വരുന്നത്. ഓക്കെ. സോ തേർഡ് വൺ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് H എന്ന് പറയുന്നത് വരുന്നത് എവിടെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ തേർഡ് കേസിൽ എന്ന് പറയുന്നത് ടിമ്പർ ഫ്ലോർ ആൻഡ് ട്രസ് റൂഫിൻ്റെ കേസിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്ലോർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്നുകൂടെ കണക്ട് ചെയ്യുന്നതേ ഉള്ളൂ, ഇൻസൈഡിലോട്ട് ബിയറിംഗ് ഉണ്ടാകത്തില്ല. സോ ആ കേസിലെ ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് ദി വാൾ എന്ന് പറയുന്നത് ദർ ഇസ് നോ rotational restraint, only lateral restraint is possible in the top and bottom of the wall. So that case, that height അല്ലെങ്കിൽ എഫക്റ്റീവ് ഹൈറ്റ് എന്ന് പറയുന്നത് ദാറ്റ് കേസ് എന്ന് പറയുന്നത് H തന്നെയായിരിക്കും. സോ ഫോർത്ത് വൺ എന്ന് പറയുന്നത് യു ക്യാൻ സീ ദാറ്റ് ഹിയർ ഇൻ എ ഫ്രീ സ്റ്റാൻഡിങ് വാൾ. സോ ആ കേസിൽ എന്ന് പറയുന്നത് ബോട്ടത്തിൽ നിങ്ങളുടെ റൊട്ടേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ റിസ്ട്രെയിൻ ഉണ്ടാവും. സോ അതർ എൻഡ് എന്ന് പറയുന്നത് ഫ്രീ ആണ്. സോ ആ കേസിൽ എന്ന് പറയുന്നത്
1.5h ആണ്. സോ ആ കേസ് നിങ്ങളൊന്ന് നോക്കിയിട്ട് ഒന്നൊന്ന് വായിച്ച് നോക്കുക. സോ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവുന്നതാണ്. എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്ന പ്രൊവിഷൻസ് ആണ് നോക്കുന്നത്. എഫക്റ്റീവ് ലെങ്ത് എന്താണ്, എഫക്റ്റീവ് ലെങ്ത്തിൻ്റെ ഡിഫറെൻറ്റ് വാൾസിൻ്റെ എഫക്റ്റീവ് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള പ്രൊവിഷനാണ് നോക്കുന്നത്. സോ ക്ലോസ് എന്ന് പറയുന്നത് നമുക്കറിയാം. ക്ലോസ് എന്ന് പറയുന്നത് ക്ലോസ് 4.4 പേജ് നമ്പർ 12 ഇത് അവൈലബിൾ ആയിരിക്കും. സോ പേജ് നമ്പർ 12 നോക്കുമ്പോൾ എഫക്റ്റീവ് ലെങ്ത്തിൻ്റെ ഡെഫിനേഷൻ തന്നിട്ടില്ല. എഫക്റ്റീവ് ലെങ്ത്തിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്ലോസ് 2.7 പേജ് നമ്പർ 3 ക്ലോസ് 2.7 പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനേഷൻ കിട്ടും. സോ അത് ചോദിച്ചു കഴിഞ്ഞാൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ ഡെഫിനേഷൻ പ്ലസ് ഈ ടേബിൾ 5 എഫക്റ്റീവ് ലെങ്ത് ഓഫ് ദി വാൾ കണ്ടുപിടിക്കാനുള്ള ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ഉള്ള ടേബിൾ 5 കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 മാർക്കിൻ്റെ ക്വസ്റ്റൻസ് ആൻസർ ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. നമുക്ക് ടേബിൾ 5 ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. സോ ടേബിൾ 5 ആണ് എഫക്റ്റീവ് ലെങ്ത് ഓഫ് ദി വാൾസ് പറയുന്നത്. സോ അതിനകത്ത് നിങ്ങൾ കണ്ടീഷൻസ് ഈ ഫിഗർ 13 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ പേജ് നമ്പർ 14 നിങ്ങൾക്ക് കാണുന്ന പോലെ നിങ്ങൾക്ക് കുറച്ച് ഫിഗറും തന്നിട്ടുണ്ട്. സോ ഓരോ കണ്ടീഷനിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിഗേഴ്സ് നിങ്ങൾക്ക് പേജ് 14 നിന്ന് നോക്കാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് വേർ എ വാൾ ഇസ് കണ്ടിന്യൂസ് ആൻഡ് ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ ദി ക്രോസ് വാൾ ആൻഡ് ദർ ഈസ് നോ ഓപ്പണിംഗ് വിത്ത് എ ഡിസ്റ്റൻസ് ഓഫ് h/8 ഫ്രം ദി ഫേസ് ഓഫ് ദി വാൾ. ദിസ് ദ ഫസ്റ്റ് കണ്ടീഷൻ. സോ ആ ഫസ്റ്റ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് 0.8 മാർക്ക് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് നമുക്ക് ആ ഫിഗർ നോക്കി കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇതിനകത്ത് കേസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വാൾ എന്ന് പറയുന്നത് ആ വാൾ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ്. ആ വാളിൻ്റെ രണ്ട് എൻഡിലും ഓരോ ക്രോസ് വാൾസ് ഉണ്ട്. സോ ആ ക്രോസ് വാൾസ് ഉണ്ട്, ഈ വാൾ കണ്ടിന്യൂസും ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും h/8 ഡിസ്റ്റൻസിൽ അടുത്ത് വരരുത്. ഓപ്പണിംഗ് ദർ ഇസ് നോ ഓപ്പണിംഗ് വിത്തിൻ എ ഡിസ്റ്റൻസ് ഓഫ് h/8 ഫ്രം ദി ക്രോസ് വാൾ ആണെന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. സോ നമ്മുടെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് 0.8 ആയിരിക്കും. സോ സിമിലർലി ദ അതർ കണ്ടീഷൻസ് ആൾസോ ദർ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഈ കേസിൽ എന്ന് പറയുന്നത് വാൾ ഇവിടെ ഡിസ്കണ്ടിന്യൂസ് ആണ്. സോ ഈ ഡിസ്കണ്ടിന്യൂസ് എന്താണ്, അതിനുശേഷം ഈ വാൾ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. ഇവിടെ ഒരു ക്രോസ് വാൾ ഉണ്ട്, അതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും h/8 ഡിസ്റ്റൻസിലല്ലെന്നുണ്ടെങ്കിൽ ആ കേസിൽ അതിൻ്റെ എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് 0.9 ഈ കേസിൽ രണ്ട് എൻഡിലും ഡിസ്കണ്ടിന്യൂസ് ആണ്. സോ അങ്ങനത്തെ കേസ് വരുവാണെന്നുണ്ടെങ്കിലും ഓപ്പണിങ്ങിൻ്റെ കേസ് നീളത്തിൻ്റെ പോലെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് എല്ലായിട്ട് എടുക്കാം. അതുപോലെ നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളിത് വായിച്ച് നോക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്നതേ ഉള്ളൂ. സോ ഐ എം നോട്ട് എക്സ്പ്ലെയിനിങ് എവറിത്തിങ്, ജസ്റ്റ് ഗോ ത്രൂ ദിസ്. സോ എഫക്റ്റീവ് ലെങ്ത്തിന് ശേഷം നെക്സ്റ്റ് വരുന്ന ഡെഫിനേഷനാണ് എഫക്റ്റീവ് തിക്നെസ് എന്ന് പറയുന്നത്. സോ എഫക്റ്റീവ് തിക്നെസ് എന്ന് പറയുന്നത് അതിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് പേജ് നമ്പർ 13 ക്ലോസ് 4.5 ആണ്. സോ പേജ് നമ്പർ 13 ക്ലോസ് 4.5 നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഫക്റ്റീവ് തിക്നെസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ഇതിനകത്ത് എഫക്റ്റീവ് തിക്നെസ് എന്ന് പറയുന്നത് ഫോർ വേരിയസ് വാൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ടേബിൾ ക്ലോസ് 4.5 തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഡിഫറെൻറ്റ് വാള് ഫോർ സോളിഡ് വാൾ വിത്ത് പിയേഴ്സ്, അതുപോലെ തന്നെ ക്യാവിറ്റി വാൾസ് അങ്ങനെയുള്ളതിനെല്ലാം പറയുന്നുണ്ട്. നമ്മൾ മോസ്റ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറയുന്നത് സോളിഡ് വാൾസ് ആയിരിക്കും. സോ അതുകൊണ്ട് സോളിഡ് വാൾസിൻ്റെ കേസിൽ അവരുടെ ഡെഫിനേഷൻ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ക്ലോസ് 4.5 പേജ് നമ്പർ 13 ക്ലോസ് 4.5 ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എഫക്റ്റീവ് തിക്നെസ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. എഫക്റ്റീവ് തിക്നെസ് എന്ന് പറയുന്നത് വേരിയസ് വാൾസിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മോസ്റ്റ്ലി പറഞ്ഞു സോളിഡ് വാൾസ് ആണ്. സോളിഡ് വാൾസിൻ്റെ കേസിൽ സോളിഡ് വാൾസ് ദ ഫേസ് ടു വാൾസ് ഓർ കോളംസ് ദ എഫക്റ്റീവ് തിക്നെസ് ഷാൽ ബി ദി ആക്ച്വൽ തിക്നെസ്. നമ്മുടെ വാളിൻ്റെ തിക്നെസ് 200 mm ആണെന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും നമ്മുടെ എഫക്റ്റീവ് തിക്നെസ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കുറച്ച് കണ്ടീഷൻസ് കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി നിങ്ങളുടെ കേസിൽ ഇത് വരാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. ഇപ്പോൾ സോളിഡ് വാൾസിൻ്റെ കേസിൽ സോളിഡ് വാൾസ് ഫേസ് ടു വാൾസ് ഓർ ദി കോളംസ് ദ എഫക്റ്റീവ് തിക്നെസ് എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വൽ തിക്നെസ് തന്നെയായിരിക്കും. നെക്സ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് സ്ലെൻഡർനെസ് റേഷ്യോ ആണ്. നമുക്കറിയാം സ്ലെൻഡർനെസ് റേഷ്യോ നമ്മൾ കംപ്രഷൻ മെമ്പറിൽ പഠിച്ചു. സോ സ്ലെൻഡർനെസ് റേഷ്യോ സിമിലറായിട്ട് നമ്മുടെ മേസൻ്റെ സ്ട്രക്ചേഴ്സിനും ഉണ്ടാവും. മേസൻ്റെ വാളിൻ്റെ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് പാരാമീറ്റർ ആണ്. സോ അത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് പേജ് നമ്പർ 14 ക്ലോസ് 4.6 സ്ലെൻഡർനെസ് റേഷ്യോ എന്താണെന്ന് പറയുന്നുണ്ട്. തൊട്ട് താഴെയായിട്ട് തന്നെ ക്ലോസ് 4.6.1 അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് പറയുന്നുണ്ട്. ഞാൻ ഡെഫിനിഷൻ ഒന്ന് വായിക്കാം. ഫോർ എ വാൾ the slenderness ratio shall be the effective height divided by effective thickness or effective length divided by effective thickness.
ഇതെന്ന് പറയുന്നത് ഒരു റേഷ്യോ ആണ്. സോ അത് എഫക്റ്റീവ് ഹൈറ്റ് അല്ലെങ്കിൽ എഫക്റ്റീവ് ലെങ്ത് ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് തിക്നെസ് ആണ്. സോ ഇതിനകത്തെ മിനിമം വാല്യൂ ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. സോ ആ ക്ലോസ് നിങ്ങൾ വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡെഫിനേഷൻ അറിയാൻ പറ്റും. സോ ഇത് രണ്ട് റേഷ്യോയിലെ മിനിമം വാല്യൂ ആണ് നമ്മൾ സ്ട്രെങ്ത് റേഷ്യോ ആയിട്ട് അഡോപ്റ്റ് ചെയ്യേണ്ടത്. അതിന് തൊട്ട് താഴെയായിട്ട് ഒരു ടേബിൾ 7 കാണിച്ചിട്ടുണ്ട്. സോ അത് നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേരള PSCയോ അങ്ങനെ എന്തെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്ത് കോമൺ ആയിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ആർ ദ മാക്സിമം സ്ട്രെങ്ത് റേഷ്യോ ലിമിറ്റ് ഫോർ ദി വേരിയസ് കണ്ടീഷൻസ്. സോ അതിനകത്ത് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റോറീസ് നോട്ട് എക്സീഡിങ് 2, അതുപോലെ എക്സീഡിങ് 2 എന്ന് പറയുന്ന 2 കണ്ടീഷൻ, അതുപോലെ തന്നെ പോർട്ട്ലാൻഡ് സിമെന്റ് യൂസ് ചെയ്യുന്ന കേസും അതുപോലെ ലൈം യൂസ് ചെയ്യുന്ന കേസും ഉണ്ട്. സോ പോർട്ട്ലാൻഡ് സിമെന്റ് യൂസ് ചെയ്യുന്ന കേസിൽ അപ് ടു നോട്ട് എക്സീഡിങ് 2 സ്റ്റോറീസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം സ്ട്രെങ്ത് റേഷ്യോ 27 ആയിരിക്കും. യൂസിങ് ലൈം ആണെങ്കിൽ 20 ആയിരിക്കും. സിമിലർലി എക്സീഡിങ് 2 ആണെന്നുണ്ടെങ്കിൽ, അതായത് 2ൽ കൂടുതൽ സ്റ്റോറി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കേസിലെ മാക്സിമം സ്ട്രെങ്ത് റേഷ്യോ എന്ന് പറയുന്നത് 27 ആയിട്ടും അതുപോലെ ലൈമിൻ്റെ കേസിൽ 13 ആയിട്ടും ലിമിറ്റഡ് ആയിരിക്കും. That's about the strength ratio. Next നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. സോ പ്രോബ്ലം എന്ന് പറയുന്നത് in a double story building, clear height between the floors is 3.2 meter and the height of the plinth is 0.6 meter above the foundation. The thickness of the roof slab is 50 centimeter and the wall thickness is 20 centimeter. If one of the walls of the building is continuous at one end and supported by a cross wall at the other end and its length is 4 meter, find first one, it is the effective height of the wall in the first floor. Second one, effective length of the wall, and the third one is strength ratio. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ വായിച്ച് നോക്കുക. അതിനുശേഷം നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം നിങ്ങളായിട്ട് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓരോ എടുക്കുക, നിങ്ങളുടെ കറസ്പോണ്ടിങ് കോഡിൽ ക്ലാസ് എടുത്ത് നോക്കുക. ആ ക്ലാസ് എടുത്തിട്ട് നിങ്ങൾ ഓരോന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. അതിനോടൊപ്പം നിങ്ങൾ ഓരോ ഡേറ്റാസും ഈ ക്വസ്റ്റ്യൻ പറയുന്ന ഓരോ ഡേറ്റാസും ലിസ്റ്റ് ചെയ്ത് നോക്കുക. ലിസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും. സോ അതൊന്ന് ലിസ്റ്റ് ചെയ്യുക. അതിനുശേഷം വീഡിയോ പോസ് ചെയ്യുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ നമ്മൾ ഫസ്റ്റ് പാർട്ടിലോട്ട് കിടക്കുമ്പോൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് എഫക്റ്റീവ് ഹൈറ്റ് ഇൻ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത് കൺഫ്യൂഷൻ ആവരുത്. നിങ്ങൾക്ക് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ആണ് ഉദ്ദേശിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറുമാണ് നമ്മൾ 2 ഫ്ലോറായിട്ട് ഉദ്ദേശിക്കുന്നത്, 2 സ്റ്റോറി ആയിട്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിനകത്ത് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ആണ് നമ്മളിപ്പം ഉദ്ദേശിക്കുന്നത് എഫക്റ്റീവ് ഹൈറ്റ്. സോ അതായിട്ട് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്ക്രൈബ് ചെയ്തതാണ്. സോ ഇതിനകത്ത് എഫക്റ്റീവ് ഹൈറ്റ് എന്ന് പറയുന്നത് ഏത് കണ്ടീഷനാണെന്ന് നമുക്ക് ഓൾറെഡി ക്ലിയർലി ഐഡൻറ്റിഫയബിൾ ആണ്. സോ ഇതെന്ന് പറയുന്നത് ബോട്ടം ഫൗണ്ടേഷനും ടോപ്പ് എന്ന് പറയുന്നത് RCC സ്ലാബും ആണെന്നുള്ളത് കൺസിഡറേഷൻ എടുക്കാം. സോ അങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ എഫക്റ്റീവ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് കണ്ടീഷനാണ്. നമ്മുടെ ടേബിൾ 4ൻ്റെ ഫസ്റ്റ് കണ്ടീഷനാണ് വരുന്നത്. ആ ഫസ്റ്റ് കണ്ടീഷൻ വെച്ചിട്ട് എഫക്റ്റീവ് ഹൈറ്റ് എന്ന് പറയുന്നത് 0.75 H ആണ്. അതിൽ H എന്ന് പറയുന്നത് എന്താണെന്ന് ക്ലിയർലി മാർക്ക് ചെയ്തിട്ടുണ്ട്. ടോപ്പ് ഓഫ് ദി ഫൗണ്ടേഷൻ ടു സെൻറ്റർ ഓഫ് ദി സ്ലാബ് ആണ്. സോ അതിനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഡേറ്റാസ് ഓരോന്ന് യൂസ് ചെയ്യണം. അതിനകത്ത് തന്നിരിക്കുന്ന ഫസ്റ്റ് ഡേറ്റ എന്ന് പറയുന്നത് ബിൽഡിങ്ങിൻ്റെ ക്ലിയർ ഹൈറ്റ് ബിറ്റ്വീൻ, അതായത് ടോപ്പ് ഓഫ് ഈ ഫിനിഷിംഗ് ടു ബോട്ടം ഓഫ് ദി സ്ലാബ് ആണ് 3.3 meter. Height of the plinth is 0.6 meters എന്ന് വന്നിട്ടുണ്ട്. That is above the foundation. Above the foundation തൊട്ട് പ്ലിന്ത് വരെ 0.6 meters ഉണ്ട്. അതിനുശേഷം ഇവിടെ ഫ്ലോർ ടു ഫ്ലോർ, അതായത് ക്ലിയർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3.3 meter ഉണ്ട്. അതോടൊപ്പം സ്ലാബ് എന്ന് പറയുന്നത് തിക്നെസ് 15 centimeter ആണ്. സോ നമ്മുടെ H എന്ന് പറയുന്നത് ഫ്രം ദി ടോപ്പ് ഓഫ് ദി ഫൗണ്ടേഷൻ ടു സെൻറ്റർ ഓഫ് ദി സ്ലാബ് ആണ്. സോ നമുക്കത് ക്ലിയർലി ഐഡൻറ്റിഫയബിൾ ആണ്. നമുക്ക് ഇതെന്ന് പറയുന്നത് 0.6 meters പ്ലിന്ത് പ്ലസ് ഫ്ലോർ ടു ഫ്ലോർ ഡിസ്റ്റൻസ്, അതായത് ക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫ്ലോർ 3.3 പ്ലസ് 15/2, അതായത് മീറ്റേഴ്സിലാകുമ്പോൾ 0.15/2. ഇത്രയായിരിക്കും നമ്മുടെ H എന്ന് പറയുന്നത്. സോ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് കണ്ടീഷനാണ്. ടേബിൾ 4ൽ എഫക്റ്റീവ് ഹൈറ്റ് എന്ന് പറയുന്നത് 0.75 H ആണ്. സോ H is measured from the top of foundation to the center of the slab, that is 0.6 meter plinth plus clear to clear distance 3.3 plus 0.15/2, that is total 3.975 meters ആണ് H എന്ന് പറയുന്നത്. നമുക്കറിയാം എഫക്റ്റീവ് ഹൈറ്റ് എന്ന് പറയുന്നത് 0.75 H ആണ്. സോ അതുകൊണ്ട് എഫക്റ്റീവ് ഹൈറ്റ് എന്ന് പറയുന്നത് 0.75 into 3.975 equal to 2.981 meters. ഇതാണ് നമ്മുടെ എഫക്റ്റീവ് ഹൈറ്റിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എവരിവൺ അണ്ടർസ്റ്റാൻഡ്.
സോ രണ്ടാമത്തെ നമ്മുടെ കാൽക്കുലേഷൻ വേണ്ടത് എഫക്റ്റീവ് ലെങ്ത് ഓഫ് ദി വാൾ ആണ്. എഫക്റ്റീവ് ലെങ്ത്തിനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഡേറ്റ എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, one of the walls of the building is continuous at one end and it is supported by a cross wall at the other end and it is of length 4 meter. ഇങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് തരുന്നുണ്ട്. സോ ഈ കണ്ടീഷൻ നമ്മൾ ടേബിൾ 5 കണ്ടീഷൻസ് ആയിട്ട് നമുക്ക് നോക്കുക. സോ അതിനായിട്ട് ഡിഫറെൻറ്റ് കണ്ടീഷൻസ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാവാൻ ഞാൻ ആ ഫിഗർ ഒന്ന് എടുത്ത് കാണിക്കാം. ഈ ഫിഗറിൽ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പറയുന്നത് വൺ ഓഫ് ദ വാൾസ് ഈസ് കണ്ടിന്യൂസ്, അതായത് നമ്മൾ ഒരു എൻഡ് എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് ആണ്, അതർ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്, ആൻഡ് ഇറ്റ് ഈസ് ആൾസോ സപ്പോർട്ടഡ് ബൈ എ ക്രോസ് വാൾ അറ്റ് ദി അതർ എൻഡ് ഓൺലി. സോ ആ കേസ് വരുന്നത് ഈ കണ്ടീഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ പോർഷൻസ് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് the wall is supported by a cross wall at one end and it is continuous with the cross wall at the other end. So the condition, the effective length will be 0.9L. So 0.9L was the calculate here. So second condition, from the table 5 we got effective length will be 0.9L and the effective length will be 0.9 into standard, or that length of the wall is given as 4 meters. So 0.9 into 4 meters, so it is 3.6 meters. Next one, the third one we have to find the slenderness ratio. That we have already seen that the definition of the slenderness ratio. Slenderness ratio എന്ന് പറയുന്നത് minimum of effective height divided by effective thickness or effective length divided by effective thickness. ഈ രണ്ട് റേഷ്യോയിലെ മിനിമം വാല്യൂ ആണ് slenderness ratio എന്ന് പറയുന്നത്. So we have already find effective height of the wall, effective length of the walls. So effective thickness എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു. സോളിഡ് വാൾസിൻ്റെ കേസിൽ effective thickness എന്ന് പറയുന്നത് ആക്ച്വൽ തിക്നെസ് തന്നെയാണ്. സോ ആക്ച്വൽ തിക്നെസ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ നമുക്ക് അത് തന്നെ എടുക്കാവുന്നതാണ്. സോ നമ്മുടെ കേസിൽ സ്ലെൻഡർനെസ് റേഷ്യോയുടെ ഡെഫിനിഷൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സോ നമുക്കറിയാം സോളിഡ് വാൾസിൻ്റെ കേസിൽ നമ്മൾ എടുക്കുന്നത് സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് വാൾസിൻ്റെ കേസ് എഫക്റ്റീവ് തിക്നെസ് എന്ന് പറയുന്നത് ആക്ച്വൽ തിക്നെസ് തന്നെയായിരിക്കും. സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് it is the minimum of effective height divided by effective thickness or effective length by effective thickness. So നമ്മൾ ഇതിനകത്ത് കണ്ടുപിടിച്ചായിരുന്നു എഫക്റ്റീവ് ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് 2.981 ആണ്. എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് 3.6 മീറ്റർ. സിൻസ് ഡിനോമിനേറ്റർ വിൽ ബി സെയിം, ന്യൂമറേറ്ററിലെ മിനിമം ആയിരിക്കും നമ്മുടെ റേഷ്യോയിലെ മിനിമം ആയിട്ട് വരുന്നത്. നമുക്കറിയാം മിനിമം എന്ന് പറയുന്നത് എഫക്റ്റീവ് ഹൈറ്റ് തന്നെയാണ്. സോ സിംപ്ലി വി ക്യാൻ സെഡ് ദാറ്റ് സ്ലെൻഡർനെസ് റേഷ്യോ വിൽ ബി 2.981 divided by effective thickness. That is this condition, this effective height divided by effective thickness will be the minimum. So that value comes to 14.90. And this is about the first problem. It is a simple one. Just go through the codes and also the calculations. The next concept we are discussing about the structural design. How we can do the structural design of masonry wall. എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ അതിനായിട്ട് ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻസ് എന്ന് പറയുന്നത് ഡിസൈൻ ലോഡ്സ്, the various loads to be considered for the designing of the masonry component. It is given here, the page number 15 clause 5.2. You can see that these portions will explain the loads to be considered while designing the masonry wall. The second one is permissible stresses. This is a very important. നമ്മളൊരു വാൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്കറിയാം വാൾസിൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലോഡ് ബിയറിംഗ് വാൾസിൽ മെയിൻലി കംപ്രസീവ് ലോഡാണ് വരുന്നത്. കംപ്രസീവ് ലോഡ് എന്ന് പറയുന്നത് മുകളിൽ നിന്നുള്ള സ്ട്രക്ചറിൻ്റെ അല്ലെങ്കിൽ ലൈവ് ലോഡ്, ഡെഡ് ലോഡ് പ്ലസ് ഇമ്പോസ് ലോഡ് വരുന്നത്. അതിൻ്റെ മൂലം ഉണ്ടാകുന്ന കംപ്രഷനാണ് ക്യാരി ചെയ്യേണ്ടത്. സോ അതുമൂലം കംപ്രഷൻ മൂലം ഉണ്ടാകുന്ന പെർമിസിബിൾ സ്ട്രെസ്സസ്. സോ ആ പെർമിസിബിൾ സ്ട്രെസ്സസ് എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വൽ സ്ട്രെസ്സസിനേക്കാൾ കൂടുതലായിരുന്ന പെർമിസിബിൾ സ്ട്രെസ്സസ് ആക്ച്വൽ സ്ട്രെസ്സസിനേക്കാൾ കൂടുതലായിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രക്ചറൽ ഡിസൈൻ അല്ലെങ്കിൽ നമ്മുടെ ഡിസൈൻ സേഫ് ആണെന്ന് പറയാം. സോ അതുകൊണ്ട് പെർമിസിബിൾ സ്ട്രെസ്സസ് എന്ന് പറയുന്നതായിരിക്കും നമ്മൾ ഡിസൈനിൽ മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് പാരാമീറ്റർ. നെക്സ്റ്റ് ആ പെർമിസിബിൾ സ്ട്രെസ്സസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളത് നിങ്ങൾ കോഡിൽ തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്ന ഈ പ്രൊവിഷനിൽ പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെസ് ഇൻ masonry shall be based upon the values of basic compressive stress FB as given in table 8
and multiplying this value by a factor known as the stress reduction factor Ks and area reduction factor Ka and the shape modification factor Kp. So, രണ്ട് മൂന്ന് പാരാമീറ്റേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മുടെ പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് ടേബിൾ 8ൽ നിന്ന് നമുക്കൊരു ബേസിക് കംപ്രസീവ് സ്ട്രെസ്സിന്റെ വാല്യൂ കിട്ടും കറസ്പോണ്ടിങ് ടു ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് നമ്മൾ ഒരു പർട്ടിക്കുലർ ക്ലാസ് ഓഫ് ബ്രിക്ക് മേസൺറിയുടെ ക്ലാസ് എടുക്കുന്നു. ആ ക്ലാസ്സിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മോട്ടാറിന് കറസ്പോണ്ടിങ് ആയിട്ട് ടേബിൾ 8ൽ നിന്ന് നമ്മളൊരു വാല്യൂ ചൂസ് ചെയ്യും. അതാണ് ബേസിക് കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. So our value should be multiplied by stress reduction factor Ks from the table 9 and also area reduction factor Ka from the clause 5.4.1.2 and also multiplied by the shape modification factor Ks from table 10. So നമുക്ക് ആദ്യം ബേസിക് കംപ്രസീവ് സ്ട്രെസ് കണ്ടുപിടിക്കുന്ന ടേബിൾ 8 എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ടേബിൾ 8 എന്ന് പറയുന്നത് ബേസിക് കംപ്രസീവ് സ്ട്രെസ് ഫോർ masonry. So this is the basic compressive stress in Newton per meter corresponding to the masonry unit of which height to width ratio does not exceed 0.75 and the crushing strength in Newton per mm square not less than the corresponding value 3.5, 5, 7.5 അങ്ങനെ ഓരോ crushing strength തന്നിട്ടുണ്ട്. സോ ഈ ഇതിൽ നിന്ന് ഒരു crushing strength യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രിക്കിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടാവും. ഇത് ഇവിടെ നിന്ന് പറയുന്നത് മോട്ടാറിൻ്റെ ടൈപ്പ് കാണിച്ചിട്ടുണ്ട്. H1, H2, M1, M2, M3 അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോട്ടാർ കാണിച്ചിട്ടുണ്ട്. ആ മോട്ടാറിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എയർലിയർ പേജിൽ അവൈലബിൾ ആയിരിക്കും. അതായത് പേജ് 6 നോക്കിക്കഴിഞ്ഞാൽ പേജ് 6 ടേബിൾ 1 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി അവൈലബിൾ ആയിട്ട് അതിനകത്ത് എങ്ങനെയാണ് മിക്സ് റേഷ്യോസ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇതാണ് ടേബിൾ 1 ഓഫ് മിക്സ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. പേജ് നമ്പർ 6 ആണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് മിക്സസിൻ്റെ റേഷ്യോ എങ്ങനെയാണെന്ന് അറിയാം. ഞാൻ എക്സാമ്പിളായിട്ട് ഒരു M1 എന്ന് പറയുന്ന ഒരു മിക്സ് എടുക്കുന്നു. M1 എന്ന് പറയുന്ന മിക്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സിമെൻറ്റിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷനാണ് കാണിച്ചിരിക്കുന്നത്. സിമെൻറ്റ് എന്ന് പറയുന്നത് വൺ പോർഷൻ അല്ലെങ്കിൽ 1 പാർട്ട് ആൻഡ് ലൈം എന്ന് പറയുന്നത് അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. അതുപോലെ തന്നെ പൊസലോണ മിക്സർ 0 ആണ്, പൊസലോണ 0 ആണ്, സാൻഡ് എന്ന് പറയുന്നത് 5. സോ മോട്ടാർ M1 എന്ന് പറയുന്നത് ഓഫ് 1:5 പ്രൊപ്പോർഷൻസ് ആണെന്ന് പറയാം. അതുപോലെ മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് 28 ഡേയ്സ് എന്ന് പറയുന്നത് മോട്ടാറിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 5 Newton per mm square ആയിരിക്കും. സിമിലർലി നമുക്ക് അതർ മോട്ടാറിൻ്റെ കേസും ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിച്ചതേ നിങ്ങൾ നോക്കി മനസ്സിലാക്കും. സോ അഗെയിൻ ബാക്ക് ടു അവർ ബേസിക് കംപ്രസീവ് സ്ട്രെസ് വാല്യൂ. സോ ഇത് ബ്രിക്കിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. ഇത് മോട്ടാറിൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറി. നമ്മളിപ്പോൾ ചൂസ് ചെയ്യുന്നത് M1 എന്ന് പറയുന്ന ടൈപ്പ് എന്ന് പറയുന്ന മോട്ടാറും അതുപോലെ തന്നെ 5 എന്ന് പറയുന്നതാണ് ജസ്റ്റ് 5 Newton per mm square ആണ് നമ്മുടെ ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് ബ്രിക്ക് എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബേസിക് കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്ന വാല്യൂ ഇത് രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന വാല്യൂ ആയ 0.5 ആയിട്ട് ചൂസ് ചെയ്യാം. സോ 0.5 വിൽ ബി ബേസിക് കംപ്രസീവ് സ്ട്രെസ്. ഇങ്ങനെയായിരിക്കും നമ്മുടെ ബേസിക് കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത് വാല്യൂ ടേബിൾ 8ൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിനോടൊപ്പം തന്നെ പറഞ്ഞ കുറേ പാരാമീറ്റേഴ്സ് പറഞ്ഞായിരുന്നു. ഒന്ന് സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ, ഏരിയ റിഡക്ഷൻ ഫാക്ടർ, ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടർ, ഇങ്ങനെ 3 ഫാക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ദിസ് ഫാക്ടർ ഈസ് ഗിവൺ ഇൻ ദ ടേബിൾ 9. സോ ഈ ടേബിളിൽ നിന്നാണ് നമ്മൾ സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കുന്നത്. സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്ന ഒരു കോളം ഉണ്ട്. അതുപോലെ തന്നെ എക്സെൻട്രിസിറ്റി ഓഫ് ലോഡിംഗ് ഡിവൈഡഡ് ബൈ ദി തിക്നെസ്. സോ എക്സെൻട്രിസിറ്റി ഡിവൈഡഡ് ബൈ ദ തിക്നെസ് നമ്മൾ പേര് എക്സെൻട്രിസിറ്റി റേഷ്യോ എന്നൊക്കെ പറയും. സോ എക്സെൻട്രിസിറ്റി റേഷ്യോയും സെൻട്രൽനെസ് റേഷ്യോയും തമ്മിലുള്ള ഒരു ടേബിളാണ് ഇവിടെ തന്നിരിക്കുന്നത്, ടേബിൾ 9 എന്ന് പറയുന്നത്. സോ അതിനായിട്ട് നമ്മൾ കറസ്പോണ്ടിങ് നമുക്ക് സ്ലെൻഡർനെസ് റേഷ്യോ നമ്മൾ ഓൾറെഡി കണ്ടുപിടിക്കാൻ പഠിച്ചു. എഫക്റ്റീവ് ലെങ്ത് അല്ലെങ്കിൽ എഫക്റ്റീവ് ഹൈറ്റ് ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് തിക്നെസ് ആണ് സ്ലെൻഡർനെസ് റേഷ്യോ. അതിലെ മിനിമം വാല്യൂ ആണ് സ്ലെൻഡർനെസ് റേഷ്യോ ചൂസ് ചെയ്യുന്നത്. ആ സ്ലെൻഡർനെസ് റേഷ്യോ അറിയാം. അതുപോലെ തന്നെ എക്സെൻട്രിസിറ്റി റേഷ്യോ നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ കോൺസെൻട്രിക് ലോഡ് ആണെങ്കിൽ എക്സെൻട്രിസിറ്റി 0 ആയിരിക്കും. എക്സെൻട്രിക് ലോഡ് ആണെങ്കിൽ അതിനൊരു എക്സെൻട്രിസിറ്റി ഉണ്ടാവും. ആ എക്സെൻട്രിസിറ്റി ഡിവൈഡഡ് ബൈ ആ വോളിൻ്റെ തിക്നെസ്സിനെയാണ് എക്സെൻട്രിസിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഈ റേഷ്യോ എന്ന് പറയുന്നത് ഓരോ ഡിഫറെൻറ്റ് വാല്യൂസിനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ആ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇതിപ്പം നമ്മുടെ സെൻട്രസ് റേഷ്യോ എന്ന് പറയുന്നത് 12 ആണെന്ന് വിചാരിക്കാം. ആ 12നും എക്സെൻട്രിസിറ്റി 0 ആണെങ്കിൽ എക്സെൻട്രിസിറ്റി 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് 0.84 ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ ചൂസ് ചെയ്യേണ്ടത്. സോ സിമിലർലി ഇവിടെ കുറച്ച് ക്ലോസ് കൂടെ പറയുന്നുണ്ട്.
increase in permissible compressive stress is allowed for the eccentric vertical load and the lateral load under the certain conditions. ഇവിടെ കുറച്ച് എക്സ്ട്രാ കണ്ടീഷൻസ് പറയുന്നുണ്ട്. ആ കണ്ടീഷൻസ് ഒന്ന് വായിച്ച് നോക്കുക. അത് നമ്മൾ പ്രോബ്ലംസ് വരുമ്പോൾ എന്തെങ്കിലും കവർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോർഷൻസ് കൂടെ നോക്കി എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പോൾ എക്സെൻട്രിസിറ്റി ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സെൻട്രിസിറ്റി 0 ആയിട്ടുള്ള പ്രൊവിഷൻ നോക്കുക, സ്ലിൻഡർനെസ് റേഷ്യോ നോക്കുക, കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ പിക്ക് ചെയ്യുക. നമ്മുടെ നെക്സ്റ്റ് പാരാമീറ്റർ ആണ് ഏരിയ റിഡക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഏരിയ റിഡക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ദിസ് ഫാക്ടർ ഈസ് ടേക്സ് ഇൻടു അക്കൗണ്ട് smallness of the sectional area of the element and it is applicable when the sectional area of the element is less than 0.2 meter square. ഒരു വാളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത് ഇൻറ്റു അതിൻ്റെ തിക്നെസ് ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ ലെങ്ത് നമ്മൾ യൂഷ്വലി അഡോപ്റ്റ് ചെയ്യുന്നത് 1000 ഒരു മീറ്റർ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അത് ഇൻറ്റു തിക്നെസ് ആണ്. ചെറിയൊരു കറക്ഷൻ ഉണ്ട്, 1 മീറ്റർ അല്ല, നമ്മൾ അതായത് എഫക്റ്റീവ് ലെങ്ത് മൾട്ടിപ്ലൈഡ് ബൈ ദി തിക്നെസ് ഓഫ് ദി വാൾ ആണ് നമ്മൾ ക്രോസ് സെക്ഷൻ ഏരിയ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ആ ഏരിയ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ 0.2 മീറ്റർ സ്ക്വയറിനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏരിയ റിഡക്ഷൻ ഫാക്ടർ കൺസിഡർ ചെയ്യണം. ആ ഏരിയ റിഡക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കുന്നത് ഈ ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും. സോ കെ ഇസ് ഈക്വൽ ടു 0.7 പ്ലസ് 1.5 ഇൻറ്റു ക്രോസ് സെക്ഷൻ ഏരിയ. So if the value of the cross section area comes to be greater than 0.2 meter square, then the value of Ka will be simply 1. Similarly, നമ്മുടെ നെക്സ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടർ ആണ്. ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ഗിവൺ ടേബിൾ 10 എന്ന് പറയുന്നതിനകത്ത് നമുക്ക് ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടർ പറഞ്ഞിട്ടുണ്ടാവും. അതിനകത്ത് ഹൈറ്റ് വിഡ്ത്ത് റേഷ്യോ ഓഫ് ദി യൂണിറ്റ് അല്ലെങ്കിൽ വാളിൻ്റെ ഹൈറ്റ് വിഡ്ത്ത് റേഷ്യോ നമ്മളൊരു വാല്യൂ അസ്യൂം ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ള വാല്യൂ നോക്കിയിട്ട് അതിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിൽഡിംഗ്, അതായത് നിങ്ങളുടെ ബ്രിക്കിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് കൂടി ചെക്ക് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ വാല്യൂ അഡോപ്റ്റ് ചെയ്യുന്നത്. സപ്പോസ് നമ്മുടെ ബ്രിക്കിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 5 Nm/mm നമ്മുടെ ഹൈറ്റ് വിഡ്ത്ത് റേഷ്യോ ഓഫ് ദി വാൾ 1 ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് 1.2 Nm/mm ആണ്. സോ ഈ വാല്യൂ ആയിരിക്കും നമ്മുടെ ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടർ. സോ നമ്മൾ ആ കണ്ടുപിടിച്ച ഓരോ പാരാമീറ്റർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ബേസിക് പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെസ് കിട്ടുന്നതായിരിക്കും. സോ ആ കിട്ടുന്ന വാല്യൂ ആയിട്ട് നമ്മൾ ആക്ച്വൽ കംപ്രസീവ് സ്ട്രെസ് ചെക്ക് ചെയ്യുക. ആക്ച്വൽ കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ കോൺസെൻട്രിക് ലോഡ് ആണെന്നുണ്ടെങ്കിൽ സിംപ്ലി ദാറ്റ് ലോഡ് ഡിവൈഡഡ് ബൈ ക്രോസ് സെക്ഷൻ ഏരിയ. ഇത് എക്സെൻട്രിക് ലോഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, P/A പ്ലസ് ഓർ മൈനസ് M/Z എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എക്സെൻട്രിക് ലോഡ് കണ്ടുപിടിക്കുന്നത്. സോ ഈ കേസിൽ കോൺസെൻട്രിക് ലോഡ് ആണെന്നുണ്ടെങ്കിൽ സിംപ്ലി P/A എടുത്താൽ മതിയാവും. സോ അങ്ങനെ ആക്ച്വൽ കംപ്രസീവ് സ്ട്രെസ് കണ്ടുപിടിക്കുക. ആക്ച്വൽ കംപ്രസീവ് സ്ട്രെസ്സിനെ നമ്മൾ പെർമിസിബിൾ സ്ട്രെസ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. ആക്ച്വൽ കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത് പെർമിസിബിൾ സ്ട്രെസ്സിനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈൻ സേഫ് ആണ്. സോ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ് നെക്സ്റ്റ്. സോ പ്രോബ്ലം എന്ന് പറയുന്നത് a masonry wall carrying an axial load of 9.8 kN/meter is of 3.5 meter effective length. It is not raised by the cross walls. The effective height of the wall is 2.4 meter. Design the masonry wall. So masonry wall ഡിസൈൻ ചെയ്യാനാണ് നമ്മുടെ പ്രോബ്ലം. സോ അതിനകത്ത് ഒരു masonry wall 9.8 kN/meter UDN ആക്ട് ചെയ്യുന്നുണ്ട്. സോ 3.5 meter ലെങ്ത് വന്നിട്ടുണ്ട്, effective length, and it is not raised by cross walls. Also the effective height of the wall എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. effective height തന്നിട്ടുണ്ട്, effective length തന്നിട്ടുണ്ട്. It's also given that the wall is not raised by cross walls. അങ്ങനെയുള്ള ഒരു masonry wall ഡിസൈൻ ചെയ്യാനാണ് നമ്മുടെ പ്രോബ്ലം. റിപ്പീറ്റഡ്ലി ആസ്കിങ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് നോക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിക്കുക, ക്വസ്റ്റ്യൻസ് ഡേറ്റാസ് ഒന്ന് എഴുതുക, എന്നിട്ട് ആലോചിച്ച് നോക്കുക എങ്ങനെ ചെയ്യാമെന്നുള്ളത്. സോ ക്വസ്റ്റ്യനിൽ നമുക്ക് വാളിൻ്റെ തിക്നെസ്സിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. സോ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് തിങ് നമ്മളൊരു തിക്നെസ് അഡോപ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ നമ്മൾ ആദ്യം ഇപ്പം പ്രിലിമിനറി ഡിസൈനിലായിട്ട് അല്ലെങ്കിൽ ഡിസൈനിലായിട്ട് നമ്മളൊരു 200 mm തിക്നെസ് അസ്യൂം ചെയ്യുന്നു. സോ അസ്യൂം ദ വാൾ തിക്നെസ് ടു ബി 200 mm. സോ ആ കണ്ടീഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. സോ വാൾ തിക്നെസ് 200 mm ആണെങ്കിൽ നമുക്കറിയാം എഫക്റ്റീവ് തിക്നെസ് എന്ന് പറയുന്നത് സോളിഡ് വാൾസിൻ്റെ കേസിൽ അതിൻ്റെ വാൾ തിക്നെസ് തന്നെയായിരിക്കും. സോ എഫക്റ്റീവ് തിക്നെസ് എന്ന് പറയുന്നത് 200 mm തന്നെയായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്ലെൻഡർനെസ് റേഷ്യോ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് നമുക്കറിയാം മിനിമം ഓഫ്
effective height divided by effective thickness or effective length by effective thickness. ഇതിലെ മിനിമം വാല്യൂ ആണ് നമ്മുടെ സെൻട്രസ് റേഷ്യോ ആയിട്ട് വരുന്നത്. സോ ആ വാല്യൂ കണ്ടുപിടിക്കുക. നമുക്കറിയാം എഫക്റ്റീവ് ഹൈറ്റ് എന്ന് പറയുന്നത് 2.4 മീറ്ററും എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് 3.5 മീറ്ററും. സോ ഇതിനകത്ത് മിനിമം വാല്യൂ ഡിവൈഡഡ് ബൈ ദാറ്റ് വാൾ തിക്നെസ് അല്ലെങ്കിൽ എഫക്റ്റീവ് തിക്നെസ് ആയിരിക്കും നമ്മുടെ സെൻട്രസ് റേഷ്യോ എന്ന് പറയുന്നത്. സോ നമ്മുടെ ഒബിയസ്ലി നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 2.4 മീറ്റർ തന്നെയായിരിക്കും. സോ അത് നമ്മൾ നോട്ട് ചെയ്യുന്നു. എഫക്റ്റീവ് ഹൈറ്റ് ഡിവൈഡ് ബൈ എഫക്റ്റീവ് തിക്നെസ്. സോ എഫക്റ്റീവ് ഹൈറ്റ് ആണ് നമ്മുടെ കുറവ് വാല്യൂ. സോ 2.4 meter, that is taken into millimeters. So 2400 divided by 200, value comes to be 12. That is the slenderness ratio of the wall. So അതുപോലെ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രിക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ മോട്ടാറിനെ കുറിച്ചോ ഒന്നും ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല. സോ അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ തന്നെ ഒരു മോട്ടാറും ഒരു ബ്രിക്കിൻ്റെ സ്ട്രെങ്ത്തും അസ്യൂം ചെയ്യേണ്ടിയിരിക്കുന്നു. സോ നമ്മൾ അസ്യൂം ചെയ്യാൻ പോകുന്നത് മോട്ടാർ ഓഫ് ഗ്രേഡ് M1 ഗ്രേഡ് എന്നാണ് അസ്യൂം ചെയ്യുന്നത്. സോ M1 ഗ്രേഡ് മോട്ടാർ ആണെങ്കിൽ നമുക്കറിയാം സിമെൻറ്റ് ടു സാൻഡ് മിക്സർ എന്ന് പറയുന്നത് 1:1 പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 1:5 പ്രൊപ്പോർഷൻസ് ആണ്. സോ M1 ഗ്രേഡ് മോട്ടാറും അതുപോലെ ബ്രിക്ക് വിത്ത് കംപ്രസീവ് സ്ട്രെങ്ത് 5 Nm/mm² നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു വിചാരിക്കാം. നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു സിമെൻറ്റ് മോട്ടാർ 1:5 ആൻഡ് ബ്രിക്ക് ഓഫ് കംപ്രസീവ് സ്ട്രെങ്ത് 5 Nm/mm². അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് നമ്മുടെ പാരാമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ടേബിൾ 8 നോക്കുക. ടേബിൾ 8 ബേസിക് കംപ്രസീവ് സ്ട്രെസ് ഫോർ ദ മെസൻട്രി എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. സോ നമ്മൾ അഡോപ്റ്റ് ചെയ്തത് M1 എന്ന് പറയുന്ന മോട്ടാറും 5 Nm/mm² ക്രഷിംഗ് സ്ട്രെങ്ത്തുമാണ്. സോ ഇത് രണ്ടിനും മീറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ബേസിക് കംപ്രസീവ് സ്ട്രെസ് വാല്യൂ എന്ന് പറയുന്നത് ടേബിൾ 8 നിന്നും 0.5 Nm/mm² നമുക്ക് കിട്ടും. സോ രണ്ടാമത്തെ പാരാമീറ്ററായ നമുക്കറിയാം സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ എന്നുള്ള പാരാമീറ്റർ നമ്മൾ എടുക്കുന്നത് ടേബിൾ 9 നിന്നാണ്. സോ ടേബിൾ 9 നോക്കുക. ടേബിൾ 9 സെൻട്രസ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ വാല്യൂ ഓൾറെഡി 12 കിട്ടി. നമ്മൾ എക്സെൻട്രിസിറ്റിയുടെ കാര്യം പ്രത്യേകിച്ച് പ്രോബ്ലത്തിലൊന്നും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ എക്സെൻട്രിസിറ്റി 0 ആയിട്ട് എടുക്കുന്നു. അതായത് കോൺസെൻട്രിക് ലോഡിംഗ് എന്ന് പറയുന്ന കണ്ടീഷൻ എടുക്കുന്നു. സോ ആ ലോഡിംഗ് കണ്ടീഷനിൽ നമ്മൾ എക്സെൻട്രിസിറ്റി 0 ആയിട്ട് എടുക്കുന്നു. സെൻട്രസ് റേഷ്യോ 12 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 0.84 ആണ്. സോ 0.84 ആണ് നമ്മുടെ സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ. സോ നെക്സ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് ഏരിയ റിഡക്ഷൻ ഫാക്ടർ ആണ്. സോ ഏരിയ റിഡക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ഏരിയ ഓഫ് ദി വാൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദി വാൾ കണ്ടുപിടിക്കും. ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് എഫക്റ്റീവ് ലെങ്ത് ഇൻറ്റു തിക്നെസ് ആണ്. തിക്നെസ് ഓഫ് ദി വാൾ എന്ന് പറയുന്നത് 0.2 മീറ്റേഴ്സ് ആണ്. ഇൻറ്റു മൾട്ടിപ്ലൈഡ് ബൈ ദി എഫക്റ്റീവ് ലെങ്ത് വി വിൽ ഗെറ്റ് 0.7 മീറ്റർ² ആണ് നമ്മുടെ ക്രോസ് സെക്ഷൻ ഏരിയ ആയിട്ട് കിട്ടുന്നത്. സോ ആ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ കോഡിൽ പറയുന്നത് നമ്മുടെ ക്രോസ് സെക്ഷൻ ഏരിയ എലമെൻറ്റിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ 0.2 മീറ്റർ² താഴെയാണെങ്കിൽ മാത്രമാണ് ഏരിയ റിഡക്ഷൻ ഫാക്ടർ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. സോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 0.2 മീറ്റർ² കൂടുതലാണ്. സോ അതിൻ്റെ കേസിൽ നമ്മുടെ ഏരിയ റിഡക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ എടുക്കേണ്ട വാല്യൂ 1 ആണ്. സോ നോ ഏരിയ റിഡക്ഷൻ ഫാക്ടർ ഇസ് നീഡഡ്. സോ Ka is equal to 1. നെക്സ്റ്റ് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് നെക്സ്റ്റ് പാരാമീറ്റർ ആണ്. സോ ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ടേബിൾ 10 നിന്നാണ് ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടർ കിട്ടുന്നത്. സോ ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടർ കിട്ടാനായിട്ട് നമുക്ക് വേണ്ടുന്ന പാരാമീറ്റേഴ്സ് പറയുന്നത് ഒന്ന് ഹൈറ്റ് ടു വിഡ്ത്ത് റേഷ്യോ ഓഫ് ദി വാൾ വേണം. നമ്മൾ ഈ കേസിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നു നമ്മൾ 3.5 മീറ്റർ ആണ് നമ്മുടെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ നമ്മൾ ഹൈറ്റ് എന്ന് പറയുന്നതും അതേ ഒരു പാരാമീറ്റർ ഒരു റേഷ്യോ എടുക്കുന്നു. നമുക്ക് വേണമെങ്കിൽ ഹൈറ്റ് ടു വിഡ്ത്ത് റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് നല്ല ഡിസൈനായിട്ട് നമുക്ക് 1 ചൂസ് ചെയ്യാം. സോ ആ വാല്യൂ ചൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു 5 Nm/mm² ആണ് ബ്രിക്കിൻ്റെ ക്രഷിംഗ് സ്ട്രെങ്ത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ടേബിൾ 10 നിന്നും 1-നും 5-നും കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 1.5 Nm/mm അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ഫാക്ടർ 1.2 എന്ന് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഈസ് ദി ഫൈൻഡിങ് ഓഫ് ദി പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെസ്. നമ്മൾ പറഞ്ഞല്ലോ പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഓൾ ദി വാല്യൂസ്. ബേസിക് കംപ്രസീവ് സ്ട്രെസ് മൾട്ടിപ്ലൈഡ് ബൈ ദി സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ, then area reduction factor and the shape modification factor gives the permissible compressive stress. So FC will be noted as a basic permissible compressive stress, that is the basic compressive stress multiplied by area reduction factor.
stress reduction factor and the shape modification factor. So നമ്മൾ കണ്ടുപിടിച്ച ഓരോ വാല്യൂസ് ഓരോ പാരാമീറ്റേഴ്സിന്റെ വാല്യൂസ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു. So multiplying we get a 0.504 Newton per meter mm square as the permissible compressive strength of the compressive stress of the wall. Next is finding the actual compressive stress. നമുക്കറിയാം നമ്മുടെ വാളിൽ എന്ന് പറയുന്നത് എക്സെൻട്രിസിറ്റി ഇല്ലാത്തത് കൊണ്ട് ആക്ച്വൽ കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ തന്നെയായിരിക്കും. സോ ആക്ച്വൽ കംപ്രസീവ് സ്ട്രെസ് വിൽ ബി പി ബൈ എ ഇറ്റ്സെൽഫ്. സോ നമുക്കറിയാം പി എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 9.8 കിലോമീറ്റർ പെർ മീറ്റർ ആണ്. സോ നമ്മൾ പെർ മീറ്ററിലുള്ളത്. സോ 9.8 കിലോമീറ്ററിനെ നമ്മൾ മില്ലിമീറ്ററിലാക്കുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ട് സോ 9800 millimeters divided by area is 1 meter ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. So 1000 into multiplied by thickness of the wall, it is 200. So multiplying or dividing, we get the actual compressive stress as 0.049 Newton per mm square. So നമ്മുടെ actual compressive stress value 0.049 permissible compressive stress എന്ന് പറയുന്നത് 0.504 Newton per mm square ആണ്. So നമുക്കറിയാം നമ്മുടെ ആക്ച്വൽ കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലെസ് ദാൻ ദ പെർമിസിബിൾ വാല്യൂ, അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വാല്യൂവിനേക്കാൾ നമ്മുടെ ആക്ച്വൽ കേസ് എന്ന് പറയുന്നത് അവൈലബിൾ ആയിട്ടുള്ള പെർമിസിബിൾ വാല്യൂവിനേക്കാൾ കുറവാണ്. സോ അതുകൊണ്ട് വാൾ സേഫ് ആണ്. സോ ഹെൻസ് പ്രൊവൈഡ് 200 mm thick brick wall with the bricks of 5 Newton per mm square crushing strength and MM grade mortar. Similar kind of ഒരു പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു പ്രോബ്ലമാണിത്. A masonry wall 200 mm thick carries an axial load of 40 kN and an eccentric load of 300 kN at an eccentricity of 30 kN at an eccentricity of 30 mm from the center of the wall. Determine the stress in the masonry at the plane of the loading. This is a question. So I request all of you to take down the data. എല്ലാ ഡേറ്റാസും നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം വിളിപ്പിക്കുക. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഒരു ബ്രിക്ക് വാളിൻ്റെ സെൻറ്റർ ലൈനിൽ നിന്നും ഒരു എക്സെൻട്രിസിറ്റിയിൽ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് 50 കിലോമീറ്ററിന് ഒരു കോൺസെൻട്രിക് ലോഡ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു 30 കിലോമീറ്റർ ലോഡ് എന്ന് പറയുന്നത് 30 mm എക്സെൻട്രിസിറ്റിയിലും ആക്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ 50 കിലോമീറ്ററിൻ്റെയും 30 mm എക്സെൻട്രിസിറ്റിയിൽ ആക്ട് ചെയ്യുന്ന 30 കിലോമീറ്ററിൻ്റെയും റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഏറ്റവും സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത് ടേക്കിംഗ് എ മൊമെൻറ്റ് അബൌട്ട് ദി സെൻറ്റർ ലൈൻ. സോ ഫസ്റ്റ് സെൻറ്റർ ലൈൻ വെച്ചിട്ട് നമ്മൾ മൊമെൻറ്റ് എടുക്കുന്നു. സോ ടേക്കിംഗ് മൊമെൻറ്റ് അബൌട്ട് ദി സെൻറ്റർ ലൈൻ ഓഫ് ദി വാൾ. സോ എടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും P1 എന്ന് പറയുന്നത് നമ്മുടെ സെൻറ്റർ ലൈനിൽ ആക്ട് ചെയ്യുന്ന ലോഡിൻ്റെയാണ്. സോ P1 ഇൻറ്റു അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 ആണ്. P2 എന്ന് പറയുന്നത് നമ്മുടെ എക്സെൻട്രിസിറ്റിയിൽ ആക്ട് ചെയ്യുന്ന ലോഡ്, അതിൻ്റെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് 30 mm ആണ്. സോ P എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ടൻ്റ് ഫോഴ്സ് ആണ്. സോ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് P ഈക്വൽ ടു P1 പ്ലസ് P2 ആണ്. സോ ലൈക്ക് ഫോഴ്സസ് ആണ്. ലൈക്ക് ഫോഴ്സസിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് അവരുടെ സം ആയിരിക്കും. സോ P എന്ന് പറയുന്നത് P1 പ്ലസ് P2 ആയിരിക്കും. വിച്ച് ഈസ് ആക്ടിങ് അറ്റ് ആൻ എക്സെൻട്രിസിറ്റി which is not known by us. സോ നമുക്ക് എക്സെൻട്രിസിറ്റി അറിയില്ല. എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാനാണ് നമ്മൾ മൊമെൻറ്റ് എടുത്തിരിക്കുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് ആ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. സോ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഫൈനലി 90/8 mm എന്ന് പറഞ്ഞ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദി സ്ട്രെസ്സസ്, അതായത് കംപ്രസീവ് സ്ട്രെസ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. സോ നമ്മൾ റിസൾട്ടൻ്റ് എക്സെൻട്രിസിറ്റി കണ്ടുപിടിച്ചെന്ന് പറയുന്നത് നമുക്കറിയാം എക്സെൻട്രിക് ലോഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത് P/A പ്ലസ് ഓർ മൈനസ് M/Z എന്നാണ് ഇക്വേഷൻ. M എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ടൻ്റ് ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ എക്സെൻട്രിസിറ്റി ആണ്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സെൻട്രിസിറ്റി കണ്ടുപിടിച്ചത്. സോ നെക്സ്റ്റ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് റിസൾട്ടൻ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് പറയുന്ന ഇക്വേഷൻ പോലെ P ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. ഏരിയ എന്ന് പറയുന്നത് 1 മീറ്റർ ലെങ്ത് ആണ് നമ്മൾ എടുക്കുന്നത്. അത് ഇൻറ്റു തിക്നെസ് ഓഫ് ദി വാൾ, അതാണ് P/A എന്ന് പറയുന്നത്. പ്ലസ് ഓർ മൈനസ് M/Z ആണ് നമ്മുടെ ഇക്വേഷൻ. M എന്ന് പറയുന്നത് ആക്ച്വൽ വാല്യൂ, ദാറ്റ് ഈസ് P ഇൻറ്റു എക്സെൻട്രിസിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. സോ P ഇൻറ്റു എക്സെൻട്രിസിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. ദിസ് ഇൻറ്റു മാർക്കാണ്. സോ P ഇൻറ്റു എക്സെൻട്രിസിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. എക്സെൻട്രിസിറ്റി നിങ്ങളുടെ വാല്യൂ കണ്ടുപിടിച്ചത് ഡിവൈഡഡ് ബൈ
നിങ്ങളുടെ Z ആണ് ഉദ്ദേശിക്കുന്നത്. Z എന്ന് പറയുന്നത് ദറ്റ് ഈസ് ലെങ്ത് ഇൻറ്റു തിക്നെസ്സിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 6 ആണ് നമ്മുടെ സെക്ഷണൽ മോഡുലസ് Z എന്ന് പറയുന്നത്. സോ P ഇൻറ്റു ഇ മാത്രമേ ഉള്ളൂ, ഇത് മൾട്ടിപ്ലൈങ് സൈൻ ആണ്, സോ അത് റോങ്ലി പുട്ടാണ്. സോ P ഇൻറ്റു ഇ ഡിവൈഡ് ബൈ ഇതാണ്. സോ ഇത് നിങ്ങൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് പിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സോ നിങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. റിസൾട്ടൻ്റ് വാല്യൂ ഓഫ് P എന്ന് പറയുന്നത് റിസൾട്ടൻ്റ് വാല്യൂ ഓഫ് P എന്ന് പറയുന്നത് P1 പ്ലസ് P2 ആണ്. സോ P എന്ന് പറയുന്നത് 90 കിലോ ന്യൂട്ടൺ കിട്ടും. സോ ആ വാല്യൂസ് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുക്കുക. കിലോ ന്യൂട്ടണിന് ന്യൂട്ടണിലും കറസ്പോണ്ടിങ് ഇ എന്ന് പറയുന്നത് MM കൊടുക്കാൻ നോക്കുക. സോ അങ്ങനെ ആകുമ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിയുടെ വാല്യൂ എന്ന് പറയുന്നത് 90 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ കിട്ടും. അതുപോലെ തന്നെ ടി എന്ന് പറയുന്നത് 200 mm മൾട്ടിപ്ലൈഡ് ബൈ നിങ്ങളുടെ പി അഗെയിൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സെൻട്രിസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് എക്സെൻട്രിസിറ്റിയുടെ വാല്യൂ 90/8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അഗെയിൻ ടി 200 mm സ്ക്വയർ. സോ അത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0.45 പ്ലസ് ഓർ മൈനസ് 0.135 എന്ന് കിട്ടും. സോ രണ്ട് വാല്യൂ ഓഫ് കംപ്രസീവ് സ്ട്രെസ് കിട്ടും. സോ 0.585 ആൻഡ് മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0.315. സോ ബോത്ത് വാല്യൂസ് ആർ പോസിറ്റീവ്. സോ ബോത്ത് ആർ കംപ്രസീവ് ഇൻ നേച്ചർ. നമുക്ക് അനലൈസ് ചെയ്യാം. ബോത്ത് ആർ കംപ്രസീവ് ഇൻ നേച്ചർ. ഈ ക്വസ്റ്റ്യൻസും നിങ്ങളെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വിടുന്നേ ഉള്ളൂ. സോ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കുക, ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക, ഡേറ്റാസ് എഴുതുക. നമ്മുടെ പ്രോബ്ലം രണ്ടാമത്തെ പ്രോബ്ലമായിട്ട് സിമിലർ ആണ്. ഈ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ വാൾ ഡിസൈൻ ആണ്. എങ്ങനെ സ്ട്രക്ചറൽ ഡിസൈൻ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളതാണ്. സോ അതിനകത്ത് സൊല്യൂഷനായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വാൾ തിക്നെസ് ക്വസ്റ്റ്യൻ തന്നിട്ടില്ലാത്ത വാൾ തിക്നെസ് അസ്യൂം ചെയ്യുന്നു. സെക്കൻഡ് എഫക്റ്റീവ് ഹൈറ്റ് ഓഫ് ദി വാൾ എന്ന് പറയുന്നത് ഏത് കണ്ടീഷനാണെന്ന് നോക്കിയിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു. 0.75 H ആണ് നമ്മുടെ കേസിൽ. H എന്ന് പറയുന്നത് ഇവിടെ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ 3 meters ആയിട്ട് എടുക്കുന്നു. സോ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എഫക്റ്റീവ് ഹൈറ്റ് കിട്ടും. സോ എഫക്റ്റീവ് ഹൈറ്റ് എഫക്റ്റീവ് ലെങ്ത്തിനെ കുറിച്ച് ഒന്നും എഫക്റ്റീവ് ലെങ്ത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും എഫക്റ്റീവ് ലെങ്ത് നമ്മുടെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് എഫക്റ്റീവ് ഹൈറ്റ് ആണ് വരുന്നത്. സോ എഫക്റ്റീവ് ഹൈറ്റ് ബൈ എഫക്റ്റീവ് തിക്നെസ് എന്ന് പറയുന്നത് 11.25 എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടും. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മളൊരു മോട്ടാറും ഒരു ബ്രിക്കും അസ്യൂം ചെയ്യുന്നു. സോ നമ്മൾ നേരത്തെ പോലെ തന്നെ M1 എന്ന് പറയുന്ന ഗ്രേഡ് ബ്രിക്ക്, M1 എന്ന് പറയുന്ന മോട്ടാറും 5 Nm/m² ക്രഷിംഗ് സ്ട്രെങ്ത്തുള്ള ബ്രിക്കും അഡോപ്റ്റ് ചെയ്യുന്നു. സോ ടേബിൾ 8 നോക്കിയിട്ട് നമ്മൾ ബേസിക് കംപ്രസീവ് സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.5 Nm/m² ആണ്. നെക്സ്റ്റ് നമ്മുടെ ബേസിക് അതായത് പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെസ് കണ്ടുപിടിക്കേണ്ടതുള്ള ബാക്കി പാരാമീറ്റേഴ്സ് ഓരോന്നായിട്ട് കണ്ടുപിടിക്കുന്നു. സോ അതിനായിട്ട് നമ്മുടെ ഫസ്റ്റ് ഏരിയ റിഡക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഏരിയ ഓഫ് ദി വാൾ കണ്ടുപിടിക്കുന്നു. ഏരിയ ഓഫ് ദി വാൾ എഫക്റ്റീവ് ലെങ്ത് ഇൻറ്റു നമ്മൾ തിക്നെസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. തിക്നെസ് മൾട്ടിപ്ലൈ 0.8 ആണ് വരുന്നത്. സോ 0.2 m² കൂടുതലാണ്. അതുകൊണ്ട് ഏരിയ റിഡക്ഷൻ ഫാക്ടർ 1 ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടറാണ്. സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ ടേബിൾ 9 എന്നാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ ചൂസ് ചെയ്യുമ്പോൾ നമ്മളെ ഈ കേസ് എന്ന് പറയുന്നത് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് സെൻട്രൽ റേഷ്യോ എന്ന് പറയുന്നത് 11.25 ആണ്. സോ അത് 10നും 12നും ഇടയ്ക്കാണ് വരുന്നത്. സോ ആ വാല്യൂ അതുപോലെ തന്നെ നമ്മുടെ എക്സെൻട്രിസിറ്റി നമ്മൾ 0 ആയിട്ട് അസ്യൂം ചെയ്യാം. സോ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് രണ്ട് വാല്യൂസിൻ്റെ ഇടയ്ക്കായിട്ടായിരിക്കും വരുന്നത്. സോ 0.9നും 0.84നും ഇടയ്ക്കാണ് നമ്മുടെ സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കുന്നത്. സോ ആ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ ലീനിയർ ഇൻ്റർപോളേഷൻ മാത്രമല്ല, നിങ്ങൾ ബേസിക് പഠിച്ചിട്ടുള്ള ലീനിയർ ഇൻ്റർപോളേഷൻ മെത്തേഡ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ആ വാല്യൂ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് 0.84നും 0.89നും ഇടയ്ക്കുള്ള വാല്യൂ ആണ് 0.86. സോ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടറാണ്. ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടർ നമുക്ക് കിട്ടുന്നത് ഇത് ടേബിളിൽ നിന്നാണ്. സോ അതിന് നമ്മൾ എടുക്കുന്നത് ഹൈറ്റ് വിഡ്ത്ത് റേഷ്യോ പഴയതുപോലെ തന്നെ നമ്മൾ 1 എടുക്കുന്നു. അതുപോലെ തന്നെ ക്രഷിംഗ് സ്ട്രെങ്ത് 5 Nm/m² കറസ്പോണ്ടിങ് ആണ് ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടർ 1.2 ആണ്. അത് വെച്ചിട്ട് പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.52 Nm/m² ആണ്. ആക്ച്വൽ കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത് P/A എടുക്കുന്നു. P എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന 40 kN/m ഡിവൈഡ് ബൈ ഏരിയ. So this value is 0.2 Nm/m². So this case also the actual compressive stress എന്ന് പറയുന്നത് പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെസ്സിനൊക്കെ കുറവാണ്. അതുകൊണ്ട് നമ്മുടെ വാൾ സേഫ് ആണ്. ഈ ക്വസ്റ്റ്യൻസും നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്.
ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എക്സെൻട്രിക് ലോഡിംഗ് കൊണ്ട് വാൾ ഡിസൈൻ ചെയ്യാനാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. സോ എക്സെൻട്രിക് ലോഡിങ്ങിൻ്റെ കേസിൽ വാൾ ഡിസൈൻ ചെയ്യാനാണ് ഇപ്പോൾ പറയുന്നത്. നിങ്ങൾ പ്രോബ്ലം ഒന്ന് ബുക്കിൽ നിന്ന് എഴുതിക്കോളുക, എന്നിട്ട് ഇതിൻ്റെ ഡേറ്റാസ് ലിസ്റ്റ് ചെയ്യുക, എന്നിട്ട് നിന്ന് ആലോചിച്ച് നോക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ആലോചിച്ച് നോക്കാം, ഇതൊന്ന് അപ്രോച്ച് ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം വീണ്ടും റെസ്യൂം ചെയ്യും. കമ്മിങ് ടു ദി സൊല്യൂഷൻ ആയിട്ട് നിങ്ങൾ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഇതിനകത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് 100 kN എന്ന് പറയുന്നതാണ് കറക്റ്റ്. എക്സെൻട്രിസിറ്റി 30 mm, തിക്നെസ് എന്ന് പറയുന്നത് 290 mm, സെൻട്രൽ റേഷ്യോ 12 ആണ്, L എന്ന് പറയുന്നത് 2.5 meters. സോ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച എക്സെൻട്രിസിറ്റി റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ദി വാല്യൂ ഓഫ് എക്സെൻട്രിസിറ്റി ഡിവൈഡഡ് ബൈ ദി തിക്നെസ് ഓഫ് ദി വാളാണ് എക്സെൻട്രിസിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് സൈഡിൽ ടേബിൾ 9-ലാണ് നമ്മൾ ഇതിൻ്റെ വാല്യൂ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ജസ്റ്റ് കണ്ടുപിടിച്ചതേ ഉള്ളൂ. എക്സെൻട്രിസിറ്റി റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ 1/24 വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് 1/24, 1/12, 1/6 അങ്ങനെയാണ് പറഞ്ഞു പോകുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ഈ 1/24 വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 0.04 എന്നും 1/6 വാല്യൂ എന്ന് പറയുന്നത് 0.167 എന്നും കിട്ടും. നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 0.103 എന്ന് പറയുന്നത് ഇത് രണ്ടിനും ഇടയ്ക്കാണ് വരുന്നത്. സോ ഇത് രണ്ടിനും ഇടയ്ക്ക് വരുമ്പോൾ നമ്മുടെ അഡീഷണൽ ഒരു ക്ലോസ് ഇവിടെ പറയുന്നുണ്ടായിരുന്നു. When the resultant eccentricity ratio exceed 1/24 but does not exceed 1/6, 25% increase in permissible compressive stress is allowed in the design എന്നൊരു പ്രൊവിഷൻ പറയുന്നുണ്ടായിരുന്നു. സോ അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന പെർമിസിബിൾ സ്ട്രെസ്സിൻ്റെ വാല്യൂ 25% ഇൻക്രീസ് ചെയ്യാം. സോ അതിനകത്ത് 1.25 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാമെന്നാണ് ആ ക്ലോസ് പറയുന്നത്. സോ അതിൻ്റെ ബാക്കിയായിട്ട് വരുന്നത് ഏരിയ റിഡക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഏരിയ കണ്ടുപിടിച്ചിരുന്നു, ക്രോസ് സെക്ഷൻ ഏരിയ കണ്ടുപിടിച്ചിരുന്നു 2.5 ഇൻറ്റു തിക്നെസ് എന്ന് പറയുന്നത് 50 ലെങ്ത് ഇൻറ്റു തിക്നെസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വാല്യൂ എന്ന് പറയുന്നത് 0.2 മീറ്റർ കൂടുതലായതുകൊണ്ട് ഏരിയ റിഡക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് 1 ആയിട്ട് അഡോപ്റ്റ് ചെയ്യും. അതുപോലെ സെൻട്രൽനെസ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ എക്സിന് തന്നിട്ടുണ്ട് 12 ആണെന്ന് തന്നിട്ടുണ്ട്. സോ ആ വാല്യൂ ഓഫ് 12ഉം നമ്മുടെ എക്സെൻട്രിസിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ലൈസ് ബിറ്റ്വീൻ നമ്മുടെ വാല്യൂ പറയുന്നത് 1.6നും 1/12നും ഇടയ്ക്കാണ്. നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 0.103 ആണ്. അത് 1/12 എന്ന് പറയുന്നത് 0.0833 ആൻഡ് 0.167 ഇതിനിടയ്ക്കാണ് 0.103 കിടക്കുന്നത്. സോ ഇതിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂ നിങ്ങൾ ലീനിയർലി ഇൻ്റർപോളേറ്റ് ചെയ്യേണ്ടി വരും. സോ 12 കറസ്പോണ്ടിങ് സെൻട്രൽ റേഷ്യോവിനെ നോക്കുക. അതുപോലെ തന്നെ വാല്യൂ 1/12നും അതുപോലെ തന്നെ 1/6നും ഈ രണ്ട് വാല്യൂ 12ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ രണ്ട് വാല്യൂവിൽ നിന്ന് അതായത് 0.81നും 0.78നും കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ ലീനിയർ ഇൻ്റർപോളേഷൻ ചെയ്തിട്ട് നിങ്ങൾ 0.103ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ അതാണ് ഇവിടെ കാൽക്കുലേഷൻ കാണിച്ചിരിക്കുന്നത്. സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടറാണ്. ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ടേബിൾ 10ൽ നിന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു. ടേബിൾ 10ൽ നിന്ന് ഒരു വിഡ്ത്ത് തിക്നെസ് റേഷ്യോ ഹൈറ്റ് വിഡ്ത്ത് റേഷ്യോ എന്ന് പറയുന്നത് 1 ആയിട്ട് അഡോപ്റ്റ് ചെയ്യുക. 5 Newton/m². ക്രഷിംഗ് സ്ട്രെങ്ത്തിന് KP 1.2 അതിനായിട്ട് യൂസ് ചെയ്യുന്നു. അതുപോലെ ക്വസ്റ്റ്യനിൽ നമ്മുടെ മോട്ടാറിൻ്റെ ഗ്രേഡോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ അസ്യൂം ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യനിൽ എഴുതിപ്പോൾ ലാസ്റ്റാണ് കളിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അസ്യൂം ചെയ്യാവുന്നതാണ് M1 ഗ്രേഡും അതുപോലെ തന്നെ 5 Newton/m² ക്രഷിംഗ് സ്ട്രെങ്ത്. അങ്ങനെയാണെങ്കിൽ ബേസിക് കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത് 0.5 Newton/m² നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത് യൂഷ്വലി ബേസിക് കംപ്രസീവ് സ്ട്രെസ് ഇൻറ്റു സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ, ഏരിയ റിഡക്ഷൻ ഫാക്ടർ ആൻഡ് ഷേപ്പ് മോഡിഫിക്കേഷൻ ഫാക്ടർ. നമ്മുടെ എക്സ്ട്രാ ക്ലോസ് അതായത് റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് 1/6നും 1/24നും 1/24നേക്കാൾ എക്സീഡ് ചെയ്യുകയും 1/6നേക്കാൾ താഴെ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് 25% ഇൻക്രീസ് ചെയ്യാനുള്ള പ്രൊവിഷനാണ്. സോ ആ പ്രൊവിഷൻ കാരണമാണ് 1.25 വരുന്നത്. 1.25 ഇൻറ്റു അതർ വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത് 0.602 Newton/m² കിട്ടും. സോ ഈ കേസിൽ ആക്ച്വൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു വേരിയേഷൻ ഉണ്ട്. ആക്ച്വൽ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ എക്സെൻട്രിസിറ്റി ഉള്ളതാണ് ഈ കേസ്. സോ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കേസിൽ നമ്മൾ പഴയ ചെയ്ത എക്സെൻട്രിസിറ്റി ഉള്ള കേസ് പോലെ ചെയ്യണം പെർമിസിബിൾ ആക്ച്വൽ സ്ട്രെസ് എന്ന് പറയുന്നത്. സോ ആ കേസിൽ നിങ്ങൾ റിസൾട്ടൻ്റ് വാല്യൂ P എന്ന് പറയുന്നത് 100 kN എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് എക്സെൻട്രിക് ആയിട്ടുള്ള ലോഡ്. സോ ആ വാല്യൂ ഡിവൈഡഡ് ബൈ തിക്നെസ് എന്ന് പറഞ്ഞാൽ 290 ആണ്. സോ ഇത് തന്നെ. സോ
സോ ഇവിടെ എന്ന് പറയുന്നത് ഇസഡ് എന്ന് പറയുന്നത് 6 മുകളിൽ പോകുന്നതേ ഉള്ളൂ. അതായത് ബി ഇൻറ്റു ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 6 എന്നാണ്. സോ അതിൽ 6 മുകളിൽ പോയതാണ് ഈ കാണുന്നത്. ബാക്കി 6 അതായത് 6p ഡിവൈഡ് ബൈ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. സോ ഏതായാലും സെയിം ആണ്. അല്ലെങ്കിൽ ഇവിടെ ഡിവൈഡ് ബൈ 6 എഴുതുക. സോ അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വാല്യൂസ് വരുന്നത് 2 വാല്യൂസ് കിട്ടും. 0.559ഉം അതുപോലെ തന്നെ 0.134ഉം കിട്ടും. സോ നമ്മുടെ കേസിൽ 2 വാല്യൂസും, അതായത് നാച്ചുറൽ സ്ട്രെസ് എന്ന് പറയുന്നത് 2 കേസും നമ്മുടെ പെർമിസിബിൾ സ്ട്രെസ്സിനേക്കാൾ കുറവായതുകൊണ്ട് നമ്മുടെ